പക്ഷെ വടകരയിൽ നിർത്തിയിട്ട് വടകര പോയി കാളെ വാങ്ങി വരുമ്പോൾ പയ്യോളി എന്നൊരു സംശയം എന്നൊരു ചൊല്ലുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? വടകരയിൽ പോയി കാളെ വാങ്ങി വരുമ്പോൾ പയ്യോളി എന്നൊരു സംശയം. എന്തായിരിക്കും സംശയം? ഈ കാള പയ്യോളിന്ന് പയ്യാണോളിന്ന്, മനസ്സിലായോ? അതുപോലെ പയ്യോളിയുടെ ഒരു ദോഷം കൊണ്ട് ഇവിടെ എത്താൻ അല്പം വൈകിപ്പോയി. ആ വൈകിപ്പോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ഉദ്ഘാടന പരിപാടിയും മറ്റൊക്കെ മനോഹരമായി പര്യവസാനിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, അല്ലേ? ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ അതിർത്തിയാണല്ലോ ഈ കല്ലുകെട്ട്. എന്നാൽ അങ്ങ് വടക്കേ തലക്കലുള്ള അതിർത്തിയിൽ ഇതുപോലെ ആളുകൾക്ക് കൂടിയിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആളുകളെല്ലാം അതിർത്തികളിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും മനുഷ്യൻ അതൊക്കെ മറന്നുകൊണ്ട് എന്തിനാണ് ഈ മനുഷ്യർ രാജ്യങ്ങളും പട്ടാളവും പോലീസൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാ? ആളുകളെ കൊല്ലാനും ഉപദ്രവിക്കാനും അല്ല, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ വന്നിട്ട് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് നമ്മൾ തിരിച്ചടിച്ചത്. അല്ലാതെ നമ്മൾ സ്വയം പോയിട്ട് ആരെയും ആക്രമിക്കാറില്ല. കാരണം ഭാരതത്തിന്റെ അടിസ്ഥാന ധർമ്മം അഹിംസോ പരമോ ധർമ്മ എന്നാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. പക്ഷെ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞു, ഒരു കവിളത്തടിച്ചാൽ നിന്റെ മറ്റേ കവിളും കാട്ടിക്കൊടുക്കുക. പക്ഷെ രണ്ടാമത് മറ്റേ കവിളിലും അടിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഗാന്ധി പറഞ്ഞിട്ടില്ല. അത് ഇതിന്റെ ആ വേല് പോലെ ചെയ്തോന്നാ പറഞ്ഞത്. അതാ നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അതിർത്തി കാത്ത് രക്ഷിക്കുന്ന ആ ധീര ജവാന്മാരുടെ, ആ പോരാളികളുടെ, അവർക്ക് നമുക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു നല്ല ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, രാജ്യത്തിന്റെ അതിർത്തികളിലെ പട്ടാളക്കാർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കടിച്ചാൽ, നല്ലൊരു കയ്യടി, അവരോടുള്ള ഐക്യദാർഢ്യമാണ്. ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം. എന്താണ് ഈ സ്വയം സഹായ സംഘം? മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, അവനവൻ ആവശ്യമുള്ളത് ചിന്തിക്കുകയും അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്തിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്ന കൂട്ടായ്മയ്ക്കാണ് സ്വയം സഹായ സംഘം എന്ന് പറയുന്നത്. സഹായം എന്ന വാക്കുണ്ടായത് സഹ എന്ന ശബ്ദത്തിലൂടെയാണ്. സഹ എന്ന ശബ്ദം സഹകരണ സംഘം, സഹകരിക്കുക, കൂടെ എന്നാണ്. സഹ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? എന്താ? ഒരേ ഉദരത്തിൽ ജനിച്ചവനെയാണ് സഹോദരൻ. ഒരമ്മയുടെ വയറ്റിൽ കിടന്നവരെയാണ് സഹോദരന്മാർ, സഹോദരിമാരെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാരിൽ എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്നു. ഭാരതമാതാവിന്റെ വയറ്റിൽ നിന്ന് ജനിച്ചവരല്ലേ നമ്മൾ. അത്തരത്തിൽ നമ്മൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അപ്പൊ വിവേകാനന്ദൻ ചിക്കാഗോവിൽ പോയി പ്രസംഗിച്ചല്ലോ, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സഹോദര ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ. അപ്പോൾ അതെങ്ങനെയാ സഹോദരനാകുക? ഭൂമിയാകുന്ന ഈ മാതാവിന്റെ സഹ ഉദരനാണ് നമ്മൾ. അതാണ്, ഭൂമിയുടെ മക്കളാണ് നമ്മൾ. മനുഷ്യന് മാത്രമേ ഈ സഹഭാവമുള്ളൂ. മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണ്? മൃഗങ്ങളെ പോലെ തിന്നാനും കിടന്നുറങ്ങാനും സന്താനങ്ങളെ ഉണ്ടാക്കാനും വിസർജിക്കാനും മാത്രമല്ല, ചിരിക്കാനും ചിന്തിക്കാനും സ്നേഹിക്കാനും പാട്ടുപാടാനും സഹായിക്കാനും, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പ്ലസ് ആവാനുമാണ്. പ്ലസ് കുട്ടികൾ ഇപ്പൊ A+, ഇപ്പൊ ഒരു 2 കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം ബാനറുകൾ കാണാം. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം A+ ബാനർ മാത്രമായിരിക്കും. +2 SLCക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എല്ലാം ഫോട്ടോ വെക്കുമല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു വിഷയത്തിന് A+ കിട്ടാണ്ടായി പോയ കുട്ടികൾ ശപിക്കും കേട്ടോ. കാരണം നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പോ 90% 60%, 90% ഫുൾ A+, 80% A, 70% B+. നമ്മളെ അന്നത്തെ ഫസ്റ്റ് ക്ലാസ് ഇന്നത്തെ കുട്ടികൾക്ക് വെറും B ആണ്. വെറും B മാത്രം കിട്ടിയ ഒറ്റ കുട്ടിയില്ല. ഒരു വിഷയത്തിൽ ഒരു മാർക്ക് 90-ൽ 89 പോയതിന്റെ പേരിൽ ഫുൾ A+ കിട്ടിപ്പോയിട്ട് ഇങ്ങനെ വീട്ടിൽ ഒരു ബാനറിലും പേരില്ലാതെ ഒരു ട്രോഫിയും കിട്ടാതെ
പരിപാടി നടക്കുന്ന ബാനറും കണ്ട് അങ്ങ് മൈക്കിന്റെ അച്ചയും കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വയം ശപിച്ചിട്ടും പരിപാടി സംഘടിപ്പിക്കുന്നവരെ ശപിച്ചിട്ടും ഇരിക്കുന്ന ചെക്കനോട് അപ്പുറത്തെ കോയിനാട്ടം വന്ന് ചോദിക്കും, എനിക്ക് A+ ഇല്ല. ഈ ചോദിക്കുന്ന കോയിനാട്ടം പണ്ട് 600-ൽ 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു A+ കിട്ടാണ്ടായിപ്പോയ കുട്ടികളെ നമ്മൾ അവഗണിക്കരുത്. ഞാനിതിവിടെ പറഞ്ഞത് ഈ പ്ലസ് എന്താണെന്ന് കുട്ടികൾ അറിയണം. എന്താ ഈ പ്ലസ്? പ്ലസ് എന്ന് പറഞ്ഞാൽ കൂട്ടണം അല്ലേ? കൂട്ടണം. നമ്മൾ പണ്ടൊരു കടങ്കഥ ഉണ്ടായിരുന്നു, കൂട്ടും തോറും കുറയുന്ന സാധനം എന്താ? കൂട്ടുമ്പോ കുറയുന്ന സാധനം എന്താ? ആർക്കും പറയാം? കൂട്ടുമ്പോ കുറയുന്ന സാധനം കൂട്ടാൻ. ചോറിന്റെ കൂട്ടാനില്ലേ? കൂട്ടും തോറും കുറഞ്ഞു വരുമല്ലോ. കറിക്ക് കൂട്ടാന്ന് പറയില്ലേ ഇവിടെ? കൂട്ടാനെന്ന് പേര് വന്നത് ചോറിനോട് പ്ലസ് ചെയ്യുന്നത് കൊണ്ടാ, കൂട്ടുന്നത് കൊണ്ട്. ഈ കൂട്ടണം എന്ന ചിഹ്നത്തിന് വലിയൊരർത്ഥമുണ്ട്. ആ അർത്ഥം പ്രാവർത്തികമാക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്. എന്താണത്? ഇന്നലെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എന്തെങ്കിലും ചിന്തിക്കുകയോ അധ്വാനിക്കുകയോ സമ്പാദിക്കുകയോ പ്രവർത്തിക്കുകയോ സ്വപ്നം കാണുകയോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും. അല്ലാതെ വെറുതെ രാവിലെ എണീക്കുക, പല്ല് തേക്കുക, ചായ കുടിക്കുക, ചോറ് തിന്നുക, കക്കൂസ് പോവുക, രാത്രി ഉറങ്ങുക, പിറ്റേന്ന് രാവിലെ വീണ്ടും കക്കൂസ് പോവുക. എന്ത് മനുഷ്യനാണിത്? മനുഷ്യനാവണം. എന്തെങ്കിലും ഒന്ന് പുതിയതിലേക്ക് പോകണം, പ്ലസ് ചെയ്യണം. മനുഷ്യൻ മാത്രമേ ഈ ഭൂമിയിൽ പ്ലസ് ചെയ്യുന്നവനുള്ളൂ. മനുഷ്യരുണ്ടാകുന്നതിന് 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 10 ലക്ഷം വർഷം മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ്. അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്, അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയായിരുന്നു ജീവിച്ചത്, അതേപോലെ തന്നെയാണ് 2025-ലും ജീവിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. തൃശ്ശൂർ പൂരം ഇന്ന് നടന്നില്ലേ? പാറമേക്കാവിലമ്മയുടെയും വടക്കുന്നാഥന്റെയും തിടമ്പുമായിട്ട് ഗോപുരക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്ന തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രനാവട്ടെ, കൊട്ടാരക്കര ഗണപതിയാവട്ടെ, ഒരുപാട് ആനകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 5 ലക്ഷം മനുഷ്യരുണ്ട് ആ മൈതാനത്ത് സ്വരാജ് ഗ്രൗണ്ടിൽ ഒത്തുകൂടുന്നത്. ഇത്രയും മനുഷ്യരുടെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ അടക്കമുള്ള സമയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതുവരെ ഒരാനയ്ക്ക് ഒരു ട്രൗസർ കൊടുക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിനാ? ഇല്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു ആന. അത് തിടമ്പെഴുന്നള്ളുന്നതും നടക്കുന്നതല്ലല്ലോ. അതിന് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് തോണ്ടി പേടിപ്പിക്കുന്നത് കൊണ്ടും പേടിച്ചിട്ട് മാത്രം അത് അനുസരിക്കുന്നത്. പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല, മൈനസും ഇല്ല. നാം മനുഷ്യൻ ജീവിച്ചത് അന്നും ഇന്നും ഒരുപോലെയാണോ? എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? അത് പരസ്പര സഹകരണത്തിലൂടെയാണ് ഉണ്ടായത്. 1970-ലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ച ജന്മദിനം ഇന്നലെയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് വീട്ടിലെത്തിയതിൻ്റെ ഓർമ്മ വന്ന്. ഇന്നലെയായിരുന്നു തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം ഞാൻ ജനിച്ചത്. എൻ്റെ ബാല്യകാലത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ നാട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കൊട്ടിയൂർ പോകുമ്പോൾ, കൂത്തുപറമ്പെന്ന് കൊട്ടിയൂരേക്ക് പോകുമ്പോൾ കണ്ണവം കാടിൻ്റെ ഇടയ്ക്ക് നമ്മളെ പഴശ്ശിരാജ ബാഹുബലി സിനിമയെല്ലാം ഷൂട്ട് ചെയ്ത് അവിടുന്ന് തൊടിയിക്കല ശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് എൻ്റെ വീട്. എൻ്റെ നാട്ടിൽ ഒറ്റൊരു വീട് മാത്രമേ ഓടിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഒറ്റൊരു വീട്, വാർപ്പ് വീട് ഒറ്റ ഇല്ല. ഓടിട്ടൊരു വീട്, ബാക്കിയെല്ലാം പുല്ലുമേരി. അന്ന് ഞങ്ങളുടെ വീട് അവിടെയൊക്കെ ദാരിദ്ര്യമായിരുന്നു. ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്കും പോലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു പോലെ. ഇതല്ലാണ്ട് വേറെ ഒരു കറിയില്ല. മര്യാദയ്ക്ക് ഡ്രസ്സ് ഉണ്ടാവും. സ്കൂള് പൂട്ടിയാലും ഞങ്ങൾ ഒരു ട്രൗസർ കൊണ്ട് ഒപ്പിക്കണം, അറിയോ? അന്ന് പാളയിലിരുന്ന് വലിക്കല നമ്മളെ കളി. നിങ്ങളെപ്പോലത്തെ പൂയി മണ്ണല്ല, അവിടെ ചരൽ മണ്ണ. ആ ചരലിലൂട്ട് ഈ പാളയിലിരുന്ന് വലിക്കുമ്പോൾ ചരൽ കുടുങ്ങിയിട്ട് പാളയിൽ കയറും, ട്രൗസർ കീറും. ട്രൗസറിന്റെ പിൻഭാഗം ലോട്ടയായിരിക്കും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ കാണാൻ വിളിച്ച സ്റ്റാൻഡിറ്റീസ് ആയിട്ട് നിൽക്കും, ഓട്ടമൊത്തണ്ടേ. അന്ന് ഒരു വീട്ടിൽ പോലും കക്കൂസില്ല. എൻ്റെ നാട്ടിൽ, എൻ്റെ ഓർമ്മയിൽ, ബാല്യത്തിൽ ഒരു വീട്ടിൽ പോലും കക്കൂസില്ല. തൈക്കുണ്ടിലും കുണ്ടടയിലുമായിരുന്നു മൂലധന നിക്ഷേപം. മനസ്സിലായോ? സംഭവം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. നിക്ഷേപത്തിന് പോയ ആണുങ്ങൾ കിണ്ടിയും വെള്ളവും തിരിച്ച് വീട്ടിലുണ്ടാവും. അത് കിട്ടുന്നവരെ ട്രൗസർ കയറ്റാനാവില്ല, ലുങ്കി താക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് വരവുണ്ട്. ഇന്നത്തെല്ലാം ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം ഇല്ല ഉളുത്തുകയറുക. നമ്മൾ എന്തെല്ലാം പ്ലസ്സായി, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി.
ഈ മാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ ആരെങ്കിലും ഒറ്റക്കൊറ്റക്ക് ഇരുന്നിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് കമ്പ്യൂട്ടർ നോക്കിയിട്ട് www.com നോക്കിയിട്ടല്ല, ഒറ്റക്കിരുന്ന് അധ്വാനിച്ചിട്ടല്ല. ഈ നാടിന്റെ സകലമാന പ്രവർത്തനങ്ങളുടെയും വികാസം ഒരുമിച്ച് നമ്മളെല്ലാം ഒരുമിച്ച് അധ്വാനിച്ചിട്ടും ഒരുമിച്ച് ചിന്തിച്ചിട്ടും ഒരുമിച്ചിട്ട് പഠിച്ചിട്ടുമാണ്. തുലാഭാരം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട് KPSCയുടെ. ആ നാടകം പിന്നെ സിനിമയായി. ആ സിനിമയിൽ നസീറും ശാരദയാണ് അഭിനയിക്കുന്നത്. ആ സിനിമയിൽ ഒരു രംഗം ഞാനിപ്പോൾ ഓർക്കുക. ഒരു മോൻ ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണത്തിന് കുട്ടിക്ക് ഒരു കുപ്പായം വാങ്ങണം, ഒരു പായസം വെച്ചു കൊടുക്കണം. ഒരു പൈസയും കയ്യിലില്ല. ബോണസ് കിട്ടിയാൽ ഓണവിഭവങ്ങൾ വാങ്ങാമെന്ന പ്രതീക്ഷയിൽ കയർ ഫാക്ടറിയിൽ പോവാം ബോണസ് വാങ്ങാൻ. നസീർ ചെല്ലുമ്പോൾ കാണുന്നത് ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലപ്പെട്ടിട്ട് ഇനി പണിയില്ല, അമ്മാസത്തെ കൂലിയും കിട്ടിയില്ല, ബോണസും ഇല്ല. ഓണത്തിന് പട്ടിണിയാണ്. വെറും കയ്യോടെ വീട്ടിലേക്ക് വരിക, ഒരു കുപ്പായമായി കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക്. അന്നേരം ഭാര്യ ഭർത്താവ് ഇപ്പൊ കുട്ടി കുപ്പായം അല്ലായിട്ട് പായസം വെക്കേണ്ട സാധനമായിട്ട് വരൂ എന്നുള്ള പ്രതീക്ഷയിൽ കുട്ടിയെ തൊട്ടിലിട്ട് താരാട്ട് പാടുന്ന ഒരു രംഗമുണ്ട്. ഓർമ്മയുണ്ടോ? പഴയൊരു പാട്ടാ. അമ്മ കുട്ടിയെ തൊട്ടിലിട്ട് പാടുക, ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ മറുപടി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ആ അമ്മ പാടി, മോനെ ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങൂ. ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ. മോനെ നീ നന്നായി ഉറങ്ങെന്ന് പറഞ്ഞ് ഉറക്കി ഉണർത്തിയവൻ അന്ന് ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാ നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നു. ഓർക്കണം, ആപത്ത് കാലത്ത് അവർ തൈവത്ത് വെച്ചു. നമ്മുടെ പഴഞ്ചൊല്ല് അങ്ങനെയല്ല. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാമെന്ന. എന്നാൽ ഇന്ന് സമ്പത്ത് കാലത്ത് ദൈവത്ത് വെക്കുന്നില്ല. ഭാവി തലമുറ ആപത്ത് കാലത്തിലേക്ക് പോകും. അത് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒത്തുചേർന്നിട്ട് നമ്മുടെ ഗ്രാമത്തിന്റെ കൂട്ടായ്മകൾ വളർത്തണം. അതാണ് സ്വയം സഹായ സംഘം. സഹ കൂടെ, ആയം കൊടുക്കുക, ആയ വ്യയം എന്ന് കേട്ടില്ലേ? കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. അതാ സഹ ആയം, അതാ സഹായം. സഹ ആയം പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യനുണ്ടാകുന്നത്. ഒരാൾ മരിച്ചാൽ 75-ാം വയസ്സിൽ ഒരാൾ മരിച്ചിട്ട് അയാളുടെ അനുശോചന യോഗത്തിൽ ഇങ്ങനെ ആരെങ്കിലും പ്രസംഗിക്കോ? ഈ മനുഷ്യൻ 75 വർഷത്തിനിടെ 125 കിൻഡൽ അരിന്റെ ചോറും തിന്നിട്ടാ മരിച്ചതെന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഒരു മലയാളി 75 വയസ്സിനിടയിൽ തിന്നുന്ന അരിന്റെ കണക്ക് 125 കിൻഡലാ. 125 കിലോ അല്ല കേട്ടോ, 125 കിൻഡൽ എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ ചാക്കാണെങ്കിൽ 250 ചാക്കും തിന്നിട്ട് ഇതാ 4-5 ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇത്രയും തിന്നും നമ്മൾ. നിങ്ങൾ വീട്ടിൽ പോയി കണക്ക് കൊടുക്കും, ഒരു ദിവസം എത്ര ഗ്രാം അരി നമ്മൾ തിന്നും. അങ്ങനെ ആകുമ്പോൾ 365 ദിവസം കൊണ്ട് എത്ര തിന്നും? അതിന് 75 കൊണ്ട് ഗുണിച്ചാൽ 250 ചാക്ക് അരി തിന്നും. അതിന്റെ കണക്കാരും പറയില്ല. എന്നാ കോവിഡ് വന്നപ്പോ അല്ലെ എന്തെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു സ്കൂളിലെ പരിപാടി നടക്കുമ്പോ 2 ചാക്ക് അരി അയാൾ ഫ്രീ കൊടുത്ത മനുഷ്യനാണെങ്കിൽ അത് പറയും. കൊടുത്തവൻ പറയും, എടുത്തവൻ പറയില്ല. മനുഷ്യന്റെ പ്രത്യേകത എല്ലാ മതങ്ങളും പറയുന്നത് നീ എത്ര കൊടുത്തു എന്നാണ്. തേന തെക്തേന ഭുഞ്ചീത, നീ കൊടുത്തിട്ട് തിന്നുക എന്നാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്.
ഭഗവത്ഗീതയിൽ പറയുന്നത് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. എന്താ ഹദീസ് പറയുന്നത്? അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹു നിന്നോട് കരുണ കാണിക്കൂ. അള്ളാഹുവിന്റെ പടപ്പുകളാരാ? മുസ്ലിങ്ങൾ മാത്ര. അള്ളാഹു പടച്ചത് മുസ്ലിങ്ങളെ മാത്രാണെങ്കിൽ അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം വേറെ ദൈവം ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഹിന്ദുക്കളെ ബ്രഹ്മാവ് ഉണ്ടാക്കിയത്, ക്രിസ്ത്യാനികളെ കർത്താവ് ഉണ്ടാക്കിയത്, യഹോവ ഉണ്ടാക്കിയത് യഹൂദന്മാരെ ആണോ? ഇത് പല മൂലക്കൊന്നും ഉണ്ടാക്കുമ്പോ എല്ലാം ഒരേ കോലത്തിൽ എങ്ങനെയാ വന്ന? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. എല്ലാത്തിനും രണ്ട് കണ്ണ്, എല്ലാത്തിനും കണ്ണിൻ്റെതായ മൂക്ക്, എല്ലാത്തിനും മൂക്കിന് രണ്ടോട്ട. ഇതെങ്ങനെ കറക്റ്റായിട്ട് വന്നു? യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ സൃഷ്ടിച്ചു. എന്നിട്ട് അത് അപ്പാട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ? കർത്താവ് ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് അതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. എന്നിട്ട് അള്ളാഹുവിന് അത് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു, ഇതാ ഇങ്ങനെയുണ്ട്. എന്നിട്ട് അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങളെ ഉണ്ടാക്കിയെന്ന് ആരും പറയുമോ? ഇല്ല. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം പല സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിയതല്ല. ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്നറിയോ? ബ്രഹ്മാവിന്റെ കഥ എഴുതുന്ന കാലത്ത് സൗദി അറേബ്യയും അറബി ഭാഷയും ഇവിടെയുള്ള ആർക്കും അറിയില്ല. അതുകൊണ്ട് ആടെ വേറെ രാജ്യമുള്ള അറിയാത്ത കൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ച ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. അവർക്ക് അള്ളാഹുവിന്റെ കഥ എഴുതുന്ന കാലത്ത് ഇന്ത്യയെ പറ്റി അറിയില്ല, റോമിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇതാ എല്ലാം ഈ സൗദി അറേബ്യയാണ് ഈ പ്രപഞ്ചം. റോമിലും വത്തിക്കാനുള്ളവർക്ക് ഇന്ത്യയും അറേബ്യകളെയും അറിയില്ല, അവരതാണ് പ്രപഞ്ചം എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും തുടങ്ങിയപ്പോഴാണ് ആടെ വേറെ ഉണ്ട് ഈടെ വേറെ ഉണ്ടെന്ന് മനസ്സിലായേ. അതെല്ലാം ഭാഷകൾ പലതുണ്ടാകുന്നത് കൊണ്ടാണ് ദൈവത്തിന് പല പേരുണ്ടായത്. ശ്രീ എന്ന വാക്ക് സംസ്കൃതത്തിലുണ്ട്, പക്ഷെ അറബിയിൽ അതിന് പറയാ അൽ എന്നാണ്. ശ്രീ എന്നതിന് അൽ എന്ന് പറയും. രാമൻ എന്ന് കൃഷ്ണൻ എന്ന് പറയുന്നതിന് ഇലാഹ് എന്ന് പറയും. ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നതിന് പകരം അൽ ഇലാഹ് അല്ലാഹ് എന്ന് പറയും. അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റമല്ല, നമുക്ക് അറബി അറിയാത്ത നമ്മളെ കുറ്റമല്ല. ഭാഷകൾ ലോകത്ത് പലതാണെങ്കിലും കണക്കല്ല ഒന്നാ, അറിയോ? പല ഭാഷയുണ്ടെങ്കിലും കണക്കെല്ലാം ഒന്ന് കഴിഞ്ഞ് പത്താമത്തേനാ ബുദ്ധിമുട്ടുക. 1, 10, 100, 1000 10ന്റെ ഗുണിതങ്ങളാണ് പൂജ്യത്തിന്റെ പെരുക്കം. അത് ഇംഗ്ലീഷിലും 10ന്റെ 1, 10, 100,000, ഹിന്ദിയിലും 10ന്റെ 1, 10, 100,000, സംസ്കൃതത്തിലും 10ന്റെ 1, 10, 100,000, അറബിയിലും ആസ്ട്രേലിയയിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ലോകത്തെല്ലായിടത്തും 10ന്റെ ഗുണിതങ്ങൾ വന്നത് എങ്ങനെ? നമ്മൾ 10ന്റെ കണക്കാണ് ആയതുകൊണ്ടാണ് നമ്മൾ പൈസ കൂട്ടി വെക്കുന്നതിന് എന്ത് പറയും? സമ്പത്ത്. സമ്പത്ത് 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 കൂട്ടി വെക്കാൻ പണ്ടൊരു പെട്ടി ഉണ്ടായിരുന്നു, പഴയ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. അതിന്റെ പേര് പത്തായോ എന്നാ. 10 കൂട്ടി വെക്കുന്ന പത്തായോ. എന്താ ഈ 10ന്? ഒരു ഭാഷയിൽ 9ന്റെയും 11ന്റെയും 5ന്റെയും കണക്കില്ല. എന്താ 10ന്റെ മഹത്വം അറിയാവോ? ലോകത്തിലുള്ള സകല മനുഷ്യരും എണ്ണം പഠിച്ച് സ്വന്തം വിരലും എണ്ണീറ്റ എല്ലാവർക്കും 10 വിരല. അത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ജൈനനും പാഴ്സിക്കും എല്ലാം 10 വിരല. ഇതാലോചിച്ചാൽ മാത്രം മതി ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒറ്റ തറവാട്ടുകാരാണെന്ന് നമ്മൾ മനസ്സിലാവും. ഒറ്റ തറവാട്ടുകാർ, ഒരു സ്ഥലത്തൊന്ന് പൊട്ടിമുളച്ച് പലതായി മാറിയതാണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മളിൽ എല്ലാവരും ഉള്ളിലുള്ളത് ഒറ്റ ശക്തിയാ, ഒറ്റ പ്രാണശക്തിയാ. എന്നിലും നിന്നിലും ആഴ്വഞ്ചേരി തമ്പ്രാക്കളിലും അയ്യൻകുലയിലും എല്ലാം ഉള്ളത് ഒറ്റ ശക്തിയാ. ഈ പ്രാണശക്തി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരശക്തി കൊണ്ടെന്തോ ശക്തിയുണ്ട്. പ്രാണശക്തി അങ്ങ് പോയാൽ തീർന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിക്കുറിശി സുകുമാരൻ നായരെ അറിയാവോ? തിക്കുറിശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്യോട്ടോ സിനിമയിലെ അപ്പൂപ്പ അടേ സ്വധേ എന്ന് പറയുന്ന ആള്. ആ തിക്കുറിശി നല്ല പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ പാട്ടുണ്ട്, പഴയ യേശുദാസിന്റെ പാട്ട്, ഓർമ്മയുണ്ടോ? അദ്ദേഹം എഴുതിയതാണ്. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പാടുക: കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസനത്തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം.
നിന്റെ മുടിക്ക് ഹെയർ ഓയിലൊന്നും പരട്ടിയിട്ടില്ലെങ്കിൽ മുഴുങ്ങുവാണോന്നും ഇല്ലമ്മ, എന്തൊരു സുഗന്ധം നിന്റെ മുടിയെന്ന് ഭാര്യയോട് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് രണ്ട് കാര്യം കേട്ടാൽ വളരെ സന്തോഷമാണ്. ഒന്ന്, അവരുണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, രണ്ടാമത് അവരുടെ മുടി നല്ല സുന്ദരാണെന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ ഭർത്താക്കന്മാർക്ക് ഇത് രണ്ടും മുണ്ടില്ല. വരും എന്ത് അതൊന്നും ഒരു രണ്ട് നല്ല വർത്താനം പറഞ്ഞാൽ എന്താ? ഇതുപോലത്തെ പിശുക്കന്മാർ പറയില്ല, അത് നല്ല അഭിപ്രായം പറയില്ല. തകരാറുണ്ടെങ്കിൽ എടുത്ത് പറയും. മുടിയെ വർണ്ണിച്ചു കേട്ടപ്പോ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. അവളൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായി കൊടുത്തു ഭർത്താവിന്. ഭർത്താവ് നല്ല ടേസ്റ്റോടെ അത് ഭാര്യ തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ചൊരു സാധനത അതിൽ നിന്ന് വെലിയുന്നു. ആ വെലിയുന്ന സാധനം എടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തെന്ന് പറയില്ല. ഈ ഉള്ളിലുള്ള ഒരു സത്തിൽ നിന്ന് വേർപെട്ടാൽ ഈ തലയിലെ മുടി അസത്ത. നഖം മുറിച്ചു മാറ്റിയ എന്റെ പുന്നാര നഖ എന്ന് പറഞ്ഞ ആരെങ്കിലും കുപ്പിയിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ? അത് അസത്ത. വായിലുള്ള ഉമിനീരുണ്ടല്ലോ, ആ ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുകുന്ന പുണ്യജലമാണ്. എന്നാ വായക്ക് പുറത്തു വന്നാലോ അത് തുപ്പല, അസത്താണ്. അസത്താണ്. നമ്മൾ വായക്കുള്ളിലാവുമ്പം നാവുമ്മല് വിരല് നാവുമ്പോ തൊട്ടിട്ട് തുപ്പല് കൂട്ടിയിട്ട് നോട്ടണ്ണൂല്ലേ? തുപ്പല് കൂട്ടി നോട്ടണ്ണു. എന്നാൽ ആ നോട്ട് ആടെ തുപ്പി വെച്ചിട്ട് അതിൽ തൊട്ടിട്ട് നോട്ടെണ്ണി കേട്ടെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അസത്തല്ല. ഈ സത്തിന് ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം വില. ആ സത്തങ്ങ് പോയാൽ തീർന്നു. ഇതാണ് തമിഴന്മാർ പറയുന്നത്. അവരൊരാൾ മരിച്ചു പോയാൽ പറയാ സത്ത് പോയാച്ച് എന്നാണ്. സത്ത് പോയാച്ച്. നമ്മളത് ചത്തുപോയി നാക്കിയതാണ്. അതിന്റെ അർത്ഥം തിരിയണ്ടായിപ്പോയി. മനസ്സിലായില്ല? എന്നിലും നിന്നിലും എല്ലാമുള്ള സത്ത് ഒറ്റയൊന്ന. ആ സത്ത് ഉണ്ടായ സ്ഥലമാണ് ഇതാ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം. ഏതാ? ഇതിന്റെ അപ്പുറത്തുള്ളത് കടലാണ്. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഹിന്ദു പുരാണത്തിൽ ആദ്യത്തെ അവതാരം എന്താ? മീനാണല്ലേ? മത്സ്യാവതാരം, മത്സ്യകൂർമ്മം. പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയായി, പിന്നെ കാട്ടിലെ പന്നിയായി. അങ്ങനെ മാറി മാറി പരിണാമദശയിലൂടെയാണ് നമ്മൾ ഉണ്ടായത്. ദേവി കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മാധുരി പാടിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഈ കാര്യം പറയുന്നുണ്ട്. ആ പാട്ട് ഓർമ്മയുണ്ടോ? നല്ല രസമുള്ള പാട്ടാ. കണ്ണാലില കണ്ണാ പാലാഴിത്തിരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എന്റെ തോണിയിലെ പൊന്നു വീണോ പൊന്ന് എന്ന് പറഞ്ഞൊരു പാട്ടിൽ അടുത്ത വരി എന്താ? നീ പണ്ടൊരു പൂത്തിമിംഗിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്നു നീരാഴി. തിമിംഗിലമായി മത്സ്യമായി ജനിച്ചവനെ എന്നാണ്. ആ വെള്ളത്തിൽ നിന്ന് പരിണാമദശയിലൂടെ ഏതൊക്കെയോ നാടുകളിൽ എങ്ങനെയൊക്കെയോ പോയി 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 നമ്മൾ ഇവിടെ എത്തി. നമ്മൾ എവിടെ എത്തിയാലും നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ള ഒറ്റ സത്തേ ഉള്ളൂ. ആ സത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാറ്റിനെയും ഇഷ്ടപ്പെടണം. അതാ ഭാരത തത്വശാസ്ത്രം പറയുന്നത്. എല്ലാറ്റിനെയും ഇഷ്ടപ്പെടണം. അതുകൊണ്ട് ഈ ഭൂമിയെയും ഈ ഭൂമിയിൽ ഐശ്വര്യം കൊടുക്കുന്ന സൂര്യനെയുമാണ് ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഓം നമഃശിവായ, ഓം നാരായണായ, അല്ലാഹു അക്ബർ എന്നൊന്നുമല്ല. ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടാവും. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. സൂര്യഗായത്രികൾ. ആദ്യത്തെ പ്രാർത്ഥന സൂര്യഗായത്രിയാ. എന്താ? സൂര്യൻ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും ഒറ്റ സൂര്യനേ ഉള്ളൂ. ആ സൂര്യനെയാ പ്രാർത്ഥിച്ചെന്താ പ്രാർത്ഥന? ഓം ഭുവർ ഭുവസ്വഹ. ഈ ഓം എന്ന് പറഞ്ഞാല് ദൈവമായിട്ട് കണക്ഷൻ ഇല്ല. ഓം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ല. ഓം എന്ന് പറഞ്ഞ പ്രകൃതിയുടെ. ആ ഉ അം മൂന്നും കൂട്ടിച്ചേർത്ത ഓം. ആ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നു, ഊ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നു, അന്ന് പറഞ്ഞാൽ ഇല്ലാവുന്നു. പ്രകൃതിയിലെല്ലാം ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് ഓം. ഭുവർ ഭുവസ്വഹ. ഭൂമിക്ക് ഭുവസ്വം കൊടുക്കുന്നവനെ, ഐശ്വര്യം കൊടുക്കുന്നവനെ. തത് സവിതുർവരണ്യം. ഹേ സവിതാവേ, ഉർവിയെ വരണ്യമാക്കുന്നവനെ. ഭർഗോദേവസ്യ ധീമഹി. ഭർഗസ് ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ. ആ ഊർജമാണല്ലോ ഞാനിപ്പോ പ്രസംഗിക്കുന്ന ഊർജം.
എന്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഈ ശബ്ദോർജമുണ്ടല്ലോ, ഈ ശബ്ദോർജത്തിന്റെ ഉറവിടം കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ്. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോ സിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാൽ രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഹൈദരാബാദിൽ നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പ് വഴി ചിറ്റാരിപ്പറമ്പ് എന്റെ നാട്ടിലെ ബാസുവാട്ടിന്റെ റേഷൻ പീടിയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് ചുട്ട 2 കഷ്ണം പുട്ട് ഞാൻ രാവിലെ തിന്നേന്റെ ഊർജമാ മക്കളെ എന്റെ തൊണ്ടയിൽ കേൾക്കുന്ന ഈ ശബ്ദോർജം. ആ ഊർജത്തെ ഇവിടെ എത്തിക്കുന്നതിൽ ഏതെല്ലാം പാർട്ടിക്കാർ, ഏതെല്ലാം മതക്കാർ, ഏതെല്ലാം ജാതിക്കാർ പങ്കെടുത്തു നമുക്കറിയോ? അപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കുന്നതിന്റെ ഉടമ ഞാൻ മാത്രമല്ല, ഏതൊക്കെയോ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ചേർന്നതാണ്. ഈ ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കണം. സ്വാർത്ഥത വർദ്ധിക്കുകയും വിദ്വേഷം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ലോകം നമ്മുടെ മുന്നിൽ വളർന്നു വരിക. ഈ അടിസ്ഥാന ഭാവമില്ലാത്ത പ്രശ്നം അതാണ് ഭൂമിക്ക് ഐശ്വര്യം കൊടുക്കുന്ന സൂര്യ, ഊർജത്തിന്റെ പ്രവാഹമായിരിക്കുന്ന സൂര്യ. ധിയോയോന പ്രചോദയാ, ധീ എന്ന് പറഞ്ഞ ബുദ്ധി, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും. ഇതാ ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് സ്വയം സഹായ സംഘത്തിന്റെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന ശാന്തി മന്ത്രം. എന്താ അത്? ഇതൊന്നും ഒരു മതത്തിന്റെ അല്ലേ, അന്ന് മതമില്ല. ഈ സൂര്യഗായത്രിയും ശാന്തി മന്ത്രമൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദു മതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തു മതമില്ല, ഒരു മതമില്ല ഈ ഭൂമിയിൽ. രണ്ടാമത്തെ മന്ത്രം എന്താണെന്നറിയോ? ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. എന്താ ഇത് അർത്ഥം അറിയാവോ? ഓം സഹ അവവതു, ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക, പഠിക്കുക. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാനിങ്ങനെ പറയാ, നിങ്ങൾ കേൾക്കലല്ല, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കണം, കൂട്ടമായി ചിന്തിക്കണം. എനിക്കൊരു ശരിയുണ്ടാവും, നിങ്ങൾക്കൊരു ശരിയുണ്ടാവും. ആ ശരി ഒരിക്കലും ശരിയാവില്ല. അത് ശരിയാണെങ്കിൽ എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് നമ്മുടെ ശരിയാവുമ്പോഴേ ശരിയാവും. അല്ലാത്തടത്തോളം അത് തെറ്റാ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങളുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ ശരിയുമായിട്ട് ഒരച്ചു കത്തിച്ചിട്ട് അതിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ടൊരു ശരി ഉണ്ടാകുമ്പോഴാണ് ശരിയായ ശരി ഉണ്ടാകുന്നത്. ഇപ്പൊ കുറെ ശരികൾ കൊണ്ടാണ് ഈ ലോകത്തെല്ലാ തെറ്റും ഉണ്ടാവുന്നത്. എന്താ കുറെ ശരി? നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചർച്ചകൾ എന്താ? നമ്മളെ വീട്ടിലെല്ലാവരും ഒത്തുകൂടി അതാര റോഡുമല പോകുന്ന ഗോപാലേട്ടനാ, മഹാവൃത്തിയിട്ടോനാട്ടോ. പിന്നെ ആരാ? അത് ബഷീർ. അയ്യോ, ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് പോകുമ്പോൾ ഒരു ചുക്കിനും കൊള്ളൂലേ. പ്രസിഡന്റ് മഹാവത്തോ, MLA പോക്കാണ്, മന്ത്രിമാരെല്ലാം ഭക്ഷണമാറ, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അയിലും ഭീകരൻ, എല്ലാവരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഇത്തരത്തിലുള്ള ചർച്ച കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരി പിന്നെ ഏത് ശരിയാവുന്ന അറിയോ? അത്ര ശരി, 6 ശരിയുണ്ട്. ഈ 6 ശരി കൊണ്ടാണ് എല്ലാ തെറ്റും ഉണ്ടാകുന്നത്. ഏത് 6 ശരി? ഒന്നാമത്തെ ശരി ഞാൻ മാത്രം ശരി, രണ്ടാമത്തെ ശരി എൻ്റെ ദൈവം മാത്രം ശരി, പിന്നെ എൻ്റെ മതം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി. ഈ 6 ശരി കൊണ്ടാണ് ലോകത്തിലെ സകല കലാപം ഉണ്ടാവുന്നത്, അറിയണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ശരി കണ്ടെത്താനാണ് സഹായ സംഘം. ഒരുമിച്ച് ചേർന്നിട്ട് ചർച്ച ചെയ്യണം. എപ്പോഴും ദുഷിപ്പ് പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്ക്. സുഗതകുമാരി ടീച്ചറുടെ ഒരു വരിയുണ്ട്, പരുക്കനാണ് ഈ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങൾ കാട്ടി കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തേനേക്കാൾ നല്ല ബുദ്ധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മാർക്ക് വളരെ കുറവാണ്. ഇപ്പൊ എത്രയോ മാർക്ക് കുട്ടികൾക്ക്. അവരുണ്ടാക്കിയ അസൈൻമെന്റ് പ്രൊജക്റ്റും കൊളാഷും ചാർട്ടിലും കണ്ടെങ്കിൽ നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. അത്രയും ബുദ്ധിയുണ്ട് കുട്ടികൾ.
അവരുടെ ശരീരവും ഗംഭീര അല്ലേ? ശരീരം പണ്ടത്തെ മതിയെ. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ശരീരം എല്ലാത്തിനും ഗ്രഹണി പിടിച്ചിട്ട് ചുമരുന്ന് കിണ്ണം ചാരി പോലത്തെ വലിയ കുടലുണ്ടാവും. ബാക്കിയെല്ലാം മെലിഞ്ഞിട്ടായിരിക്കും, കുടൽ മാത്രം വലിയുള്ള ഗ്രഹണി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. മൂക്കുന്ന എപ്പം 11 കീഴ് ഇറങ്ങി വരും. എല്ലാത്തിനും ജലദോഷമായിരിക്കും. മൂക്കുന്ന ഇങ്ങനെ ഉണ്ടാവും 11 ഇറങ്ങി വരും. അന്നേരം കൈയോണ്ട് ഇങ്ങനെ ഒരു ഒരക്കലുണ്ടാവും. ഇവിടെ ഉണ്ടാവും ഒച്ചു വലിഞ്ഞ പോലത്തെ ഒരു കല. ഒരു മുടിയെല്ലാം പേന് പൊയിച്ചിട്ട് ഇന്ന് പേനിനെ കണി കാണാൻ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഒരു പേനിനെ കാണാത്ത കാലത്തിൽ എത്തിയോ. പണ്ട് പേനിനെ ഈർപ്പോണ്ട് മാന്തി ഇട്ടിട്ട് കൊല്ലുമ്പോ വായിന്ന് പറഞ്ഞ് വെള്ളം വരും, കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു വീടുണ്ട് ഇപ്പൊ. പേനില്ല നാട്ടില്. മൂട്ടയും പേനൊന്നും ഇപ്പൊ നാട്ടിലില്ല. തല മുഴുവൻ പേന്. നഖയെല്ലാം കുയിനകോ, നഖയെല്ലാം കുയിനകയായിരിക്കും. പണ്ടെല്ലാം ചായപ്പീടിയെ പോയിട്ട് ചായ കൊണ്ട കൊടുക്കുമ്പോൾ ഈ ബെരലിറ്റാ കൊണ്ട കൊടുക്കുക. കുയിനക കൊണ്ടുള്ള ബെരലിറ്റ് കൊണ്ട കൊടുത്തിട്ട് എന്തെല്ലാം ചൊറയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലത്തെ ഒരു കുട്ടീനെ ഇന്ന് കാണും. ഇന്ന് കുട്ടികളെ നോക്കിയാട്ടെ എന്ത് സ്റ്റൈലന്മാർ, എത്ര വൃത്തിയാ കുട്ടികൾക്ക്. നല്ല കൂളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ചില കുട്ടികൾ ഇന്നിപ്പോ ഡാൻസ് കളിച്ച കുട്ടികളെ കണ്ടിട്ടുണ്ടോ? എന്ത് സ്റ്റൈലന്മാരാണ്. ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ എൻ്റെ പ്രായത്തിൽ ഇവരെ പ്രായത്തിൽ എൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. സ്റ്റേജുമൊക്കെ തുള്ളാൻ പോയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഐബോഷന്റെ സജ്ജി അടുപ്പിലിട്ട പോലെ നാടിച്ച് കളിക്കുന്ന പിള്ളേരില്ല. ഇന്ന് എത്ര ഉഷാറ പിള്ളേർ ഡാൻസ് കളിക്കുന്നു. നല്ല ബുദ്ധിയാണ് കുട്ടികൾക്ക്, നല്ല ശരീരമാണ് കുട്ടികൾ. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഈ ബുദ്ധിയെയും ശരീരത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞു വരിക. അതെന്താണ്? നമ്മുടെ ചെറുപ്പക്കാരെ പറ്റി എല്ലായിടത്തും വ്യാപകമായി പരാതി വരുന്നതിന്റെ കാര്യം അവരല്ല അതിന്റെ ഉത്തരവാദി. നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഘടകമുണ്ട്. 3 ഘടകങ്ങൾ ചേർന്നാലേ മനുഷ്യനുണ്ടാവും. 1 ശരീരം, 2 ബുദ്ധി. അതിനെ ചേർക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം മനസ്സാണ്. എന്താ ഈ മനസ്സ്? ബുദ്ധിയും മനസ്സും ഒന്നല്ല. ഒരു വിവരമില്ലാത്തവനായിരിക്കും നല്ല മനസ്സുണ്ടാവില്ലേ? നിങ്ങൾ റോഡ് മേലെല്ലാം എന്തൊക്കെ ഒരു അപകടം പറ്റും, എന്തൊക്കെ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ A+ വാങ്ങിയ കുട്ടികളോ SLC തോറ്റ പിള്ളറോ ആരാ സഹായിക്കാൻ ആദ്യം ഓടി എത്തുക? A+ വാങ്ങിയവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അഥവാ സഹായിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നല്ല ആലോചിക്കുമ്പോൾ മറ്റേ ചെക്കൻ എടുത്തിട്ട് ആസ്പത്രിയിൽ പോയിട്ടുണ്ടാവും. മനസ്സാണ്. ബുദ്ധി മനസ്സൊന്നല്ല. ബുദ്ധി മനസ്സൊന്നല്ല. ഈ മനസ്സ് വളർത്തുന്ന ഇടമായിട്ട് നമ്മുടെ വീടും ഗ്രാമവും മാറണം. നമ്മൾ ഇന്ന് ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുന്നതും ലഹരിക്കും ലഹളക്കും അടിമയാവുന്നതിന്റെ കാരണം എന്താണ്? മനഃശാസ്ത്രപരമായിട്ട് അത് കാരണം കണ്ടെത്തണം. നമ്മൾ നാട്ടിലെ മുഴുവൻ ലഹരിയും തടഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഗുജറാത്തിലെ അദാനിയുടെ ഒറ്റ തുറമുഖത്തിൽ 5119 കോടി റുപ്യന്റെ മയക്കുമരുന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി പേടിയല്ല ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. മഴ വരുമ്പോൾ നമുക്ക് ആകാശത്ത് പന്തലിട്ട് തടയാൻ പറ്റുമോ? പിന്നെ എന്താ നമ്മളെ കുട്ടികൾ നനയാതിരിക്കാനുള്ള സൂത്രം എന്താ? ആകാശത്ത് പന്തലിടലല്ല, നമ്മുടെ കുട്ടിക്ക് കുട ചൂടിച്ചു കൊടുക്കലാണ്. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നമ്മുടെ കുട്ടികൾക്ക് ലഹരിക്കടിമയാവാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന് മനസ്സ് വളർത്തിയെടുക്കണം. എങ്ങനെയും മനസ്സ് വളർത്തുക? മനസ്സ് വളർത്തുന്ന സർവകലാശാല പ്രധാനമായിട്ട് വീടാ. സ്കൂളിൽ നല്ല കുറച്ചേ ഉള്ളൂ മനസ്സ് വളരും. ഞങ്ങളുടെയൊക്കെ മനസ്സ് വളർന്നത് മാഷന്മാരില്ലാത്ത പിരീഡാ കേട്ടോ. മാഷന്മാരുള്ള പിരീഡ് ബുദ്ധി വളരും. മാഷന്മാരില്ലാത്ത പിരീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടും ആടുന്ന് തല്ലുകൂടിയിട്ടും തമാശ പറഞ്ഞിട്ടും കുളൂസ് അടിച്ചിട്ടും ഒക്കെയുള്ള ആ ഒരു ബന്ധത്തിലൂടെ മനസ്സ് വളരുക കേട്ടോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒത്തുചേർന്നില്ലേ? ഇവിടെ ഒത്തുചേർന്നിട്ട് നിങ്ങളുടെ മനസ്സ് വളർത്താൻ നിങ്ങളിപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി സ്റ്റേജിൽ കയറുന്ന വരെയുള്ള ഒരു ഇടവേളയില്ലേ? ആ ഇടവേളയിൽ മൈക്കുകാരോട് എനിക്ക് പറയാനുള്ളത് പാട്ട് വെക്കരുത്. ഈ പാട്ട് കല്യാണം വിട്ടു പോയാലും ഏടപ്പായാലും പാട്ട് വെച്ചിട്ട് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ പറ്റുന്നില്ല. കാരണം വർത്താനം പറയുന്നത് ഈ പാട്ടിനെ മറികടന്ന് അട്ടകച്ച് പറയണ്ടേ, മര്യാദക്ക് കേൾക്കില്ല. അതുകൊണ്ട് ഈ ഇടവേളകളിൽ പാട്ട് വെക്കരുത്. എന്തിനാ ഇടവേള? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണം, പറയണം. എല്ലോടോ നാരായണി പയ്യോളി കൊണ്ടുപോയി നിന്റെ മോള് വിഷുവിന് വന്നിട്ടില്ലായിരുന്നു?
വിശേഷമൊന്നും ആയിട്ടില്ല എന്നാലും ചോദിക്കാനല്ലേ ഇവിടെ വരുന്നത്. അല്ലാതെ ഇത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് തൃച്ചന്തി എടുത്തിട്ട് ഇവിടുത്തെ കസേരമേ കൊണ്ടുവെക്കുക, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കുക. അതിനല്ല, നിങ്ങളുടെ മനസ്സൂടെ വരണം, പരസ്പരം വർത്തമാനം പറയണം, ചർച്ച ചെയ്യണം, മിണ്ടണം, പറയണം. അത്തരത്തിൽ ഗ്രാമത്തിൽ നിന്നും വീട്ടിൽ നിന്നും മനസ്സ് രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ കുട്ടികളുടെ ശരീരത്തെ പോറ്റുന്ന, ഭക്ഷണം കൊടുക്കുന്ന, ആ ശരീരത്തിന് പൊതിയാനുള്ള വസ്ത്രം അലക്കി കൊടുക്കുന്ന, ആ ശരീരത്തിന് കിടക്കാനുള്ള കിടക്ക വിരിച്ചു കൊടുക്കുന്ന, ആ ശരീരത്തിന് തൂറാനുള്ള കക്കൂസ് കഴുകി കൊടുക്കുന്നതല്ല വീട്. ഇത് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് മനുഷ്യന്റെ വീടല്ല. അതിനപ്പുറത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ കുറഞ്ഞു വരുന്നതിന്റെ ദുരന്തമാണ് നമ്മുടെ കുട്ടികൾ വീടിൽ നിന്ന് പുറത്തു പോകുന്നതും ചങ്കുകളെ തൂക്കി പോകുന്നതും. ചങ്കുകളൊക്കെ വേണം, പക്ഷെ വീട്ടുകാർ ചങ്കാവാതെ പുറത്തുള്ളവർ മാത്രം ചങ്കാവുന്നുണ്ടെങ്കിൽ അത് ആപത്തുണ്ട്. കുട്ടികളെ കുറ്റം പറയണ്ട, നിങ്ങൾ ചങ്കാവാത്തത് അവരെ കുറ്റമല്ല. ഈ ശരീരത്തെ പോറ്റലല്ല, ശരീരത്തെ കൺട്രോൾ ചെയ്യില്ല നമ്മുടെ പണി. അറിയാവോ, ഒരു കുട്ടി ജനിച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഒരു പരിപാടിയുണ്ട്. പേര് വിളിക്കും, പാല് കൊടുക്കും, അരയിലൊരു നൂലും കിട്ടും. ഞങ്ങളവിടെ 28ാമത്തെ ദിവസം, ഇവിടെ എത്രാമത്തെ ദിവസം? 28ാമത്തെ ദിവസമല്ലേ? ആന്താ 28ന്റെ കണക്ക്? 28 കുളി എന്നെല്ലാം പറയും. ആന്താ 29 കുളിച്ചാൽ അപ്പാടെ അരിഞ്ഞു പോകും. 28-ന് ഒരു കണക്കുണ്ട്. ആ കണക്കെന്താണെന്നറിയോ? മലയാളിക്ക് സ്വന്തമായ കലണ്ടർ ഉണ്ടായത് ക്രിസ്തുവർഷം 825-ാം ആണ്ടിൽ കൊല്ലത്ത് വെച്ചാണ്. അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല. നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന നമ്മൾ ഈ കലണ്ടർ ഉണ്ടല്ലോ, അത് കാപ്പാട് കാലുകുത്തിയ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന, ആര്? വാസ്കോഡ ഗാമ കൊണ്ടുവന്ന. അതിനു മുമ്പ് നമുക്ക് ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ ഇല്ല. നമുക്ക് കൊല്ലത്ത് വെച്ചുണ്ടാക്കിയ കലണ്ടർ. അതുകൊണ്ട് ആ കൊല്ലവർഷം എന്ന് അറിയപ്പെടുന്നത് 825 മുതൽ ആ കൊല്ലവർഷം ആരംഭിക്കുന്നത് 1200 കൊല്ലായി. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കലണ്ടറിൽ മലയാളം കൊല്ലം നോക്കൂ, കൊല്ലവർഷം 1200 എന്ന് കാണാം. ആ കലണ്ടറിന് മുമ്പ് നമുക്ക് ആ കലണ്ടറിന്റെ പേരറിയാമോ? നമ്മുടെ കലണ്ടറിന്റെ ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ സ്വന്തം കലണ്ടറിന്റെ പേര് മലയാളീന്റെ കലണ്ടർ. മലയാളികളാരും ഇല്ല ഇവിടെ, ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇരുത്തിയതാ. നമ്മുടെ സ്വന്തം കലണ്ടർ പീലിയിലെ പാടിയ ഒരു വിഷുപ്പാട്ടിൽ ഉണ്ട്. അതിന്റെ പേര് ഞാനൊരു ക്ലൂ തരാം. ആ പാട്ട് പാടാ, അതിൽ നിങ്ങൾ കണ്ടെത്തണം. സംക്രമ വിഷുപക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. മനസ്സിലായോ? എന്താ പഞ്ചാംഗം? പഞ്ചാംഗം. ഈ പഞ്ചാംഗം വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു മാസത്തിൽ 27 ദിവസമേ ഉള്ളൂ. 27 ദിവസത്തിന് ഡേറ്റ് അല്ല, 1, 2 എന്നല്ല, 27 നക്ഷത്രത്തിന്റെ പേരാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. അതുകൊണ്ട് നമുക്കെല്ലാം പണ്ട് ഡേറ്റ്, പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ മലയാള മാസവും നക്ഷത്രവും അല്ലേ? മലയാള മാസവും നക്ഷത്രം. ഇന്നലെ ആയിരുന്നു എൻ്റെ പിറന്നാൾ, ഇന്നലെയായിരുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ തലേന്നാണ് എന്നെ പെറ്റത്. അതുകൊണ്ടാണ് എൻ്റെ പിറന്നാൾ ഓർമ്മ വരുന്നത്. നമ്മളെല്ലാം കാലത്ത് നമ്മളെ SLC ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് LP സ്കൂൾ ഹെഡ് മാഷ് നിശ്ചയിച്ചതാണ്. തൊടിക്കളം GLP സ്കൂളിൽ എന്നെ ചേർക്കാൻ പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാം മാഷ് ചോദിച്ചു, നാരായണ, എൻ്റെ അച്ഛൻ്റെ പേര് നാരായണ, എപ്പാടും ഇവനെ പെറ്റ്. അച്ഛൻ പറഞ്ഞു, പൊരളിമലയിൽ പൊനംകൃഷി നടത്തിയ കൊല്ലായിരുന്നു ഇവനെ പെറ്റ്. അതേത് കൊല്ല? അത് കണ്ണവും പാലത്തിന്റെ കണ്ണടച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ കൊല്ലോ. ഇതേടുന്ന് മാഷക്കറിയാ? ജൂണിൽ 5 വയസ്സ് തികയണമെങ്കിൽ മെയ്യിൽ എന്ത് പ്രസവിക്കണ്ടേ? മാഷ് നിശ്ചയിച്ചു നിന്റെ ജന്മദിനം May 4. അതാ എൻ്റെ SLC ബുക്കിൽ. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ May 4 ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഇപ്പൊ May 3 രാത്രിയിൽ സുക്കറണ്ണൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് നോട്ടിഫിക്കേഷൻ അയച്ചു, നാളെ അയച്ചങ്ങാതിന്റെ ജന്മദിനം ആശംസ അറിയിക്കുന്നുണ്ട്, അറിയിച്ചു. സുക്കറണ്ണനെ അറിയാം, ഫേസ്ബുക്കിന്റെ മുതലാളി സുക്കംബർഗ്. അപ്പൊ എനിക്ക് May 4 ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരും. ഞാനത് മുഴുവൻ മരിച്ചുപോയ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാര ബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ചത്, ഞാനും ഏറ്റൊരു ബന്ധമില്ല. നക്ഷത്ര ജന്മദിനം 27 നക്ഷത്രവും കഴിഞ്ഞിട്ട് ഒരു കുട്ടീന്റെ ജന്മദിനം ഫസ്റ്റ് വരിക 28ാമത്തെ ദിവസം. മനസ്സിലായോ? ജന്മനക്ഷത്രം വരിക, അന്ന് പേര് വിളിക്കും, പാല് കൊടുക്കും, അരയിലൊരു നൂലും കെട്ടും. എന്തിനായി ഈ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ചു, ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു ഉത്തരം ആരും പറഞ്ഞു തന്നില്ല.
പാട്യം പഞ്ചായത്ത് വയോജന സംഗമത്തിൽ ഞാൻ ഇതേ ചോദ്യം ഉന്നയിച്ചപ്പോ അവിടെ ഒരു റിട്ടയർഡായ ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, ഒരു ഉത്തരം ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞോ ടീച്ചറെ. ടീച്ചർ പറഞ്ഞ ഉത്തരം ഞാൻ ഇവിടെ പറയാമേ. കുഞ്ഞിനെ ആരാടോ ഗർഭം ധരിക്കുന്നത്? അമ്മ അല്ലേ. പ്രസവിക്കുന്നതോ അമ്മ മാത്രോ? മൊലയൂട്ടുന്നതോ അമ്മ മാത്രോ? കുളിപ്പിക്കുന്നതോ അമ്മ മാത്രോ? എല്ലാം ചെയ്യുന്ന ആരാ? അമ്മ മാത്രോ? പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ എല്ലാം അമ്മ ചെയ്യുമ്പോൾ അച്ഛനൊരു പ്രയാസവും പരാതിയും വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്നു. പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് ഈ അരയിലെ നൂല് കെട്ടുന്നത്. അങ്ങനെയാണോ? അല്ല. നൂലിന്റെ പ്രത്യേകത നിങ്ങൾ അറിയുമോ? അത് അറ്റമില്ല, പിരിച്ച് അത്രയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ സാധന നൂല്. ഈ നൂല് സംസ്കാരത്തിന്റെ പ്രതിരൂപമാണ്. സംസ്കാരം അങ്ങനെയല്ലേ? എന്റെ സംസ്കാരം ഞാൻ ഒറ്റക്കുണ്ടാക്കിയതല്ല. എന്റെ അച്ഛനും അമ്മയും പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിക്കുന്നത്. ഞാൻ പിരിച്ചതിന്റെ ബാക്കി എന്റെ മക്കൾ പിരിക്കും. ഇങ്ങനെ തലമുറ പിരിച്ചുണ്ടാക്കിയ സംസ്കാരത്തിന്റെ നൂല് കൊണ്ട് അരയെ പിടിച്ച് കെട്ടുമ്പോ ആ കുട്ടിയോട് പറയാ, നീ കണ്ടെടുത്ത് പോയിട്ട് നീ ഉറങ്ങരുത്, കണ്ടെടുത്ത് പോയിട്ട് വിസർജിക്കരുത്, കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് പോയി ഇണചേരരുത്. ശരീരത്തിന്റെ ചോദനകളെ പിടിച്ചു കെട്ടി മനസ്സിന്റെ ഭാവനകൾ ഉണർത്താൻ തുടങ്ങുന്ന പ്രക്രിയയാണ് 28ാമത്തെ ദിവസം പേര് വിളി. മനസ്സിലായോ? അന്നു മുതൽ അവന്റെ മുഖത്ത് നോക്കി വർത്താനം പറയണം, പാട്ടുപാടണം, ലോകത്തിന്റെ രഹസ്യങ്ങൾ അവനുമായി സംസാരിക്കണം, അവനെ ബോധമുണ്ടാക്കണം. പ്രബോധത പ്രാപ്യവരാ നിബോധത, ബോധമുണ്ടാക്കണം. ഈ പ്രക്രിയ നടത്തുന്ന സർവകലാശാലയുടെ പേരാണ് കുടുംബം. ശരീരത്തെ മാത്രം പോറ്റലല്ല. ഈ ശരീരത്തെ മാത്രം പോറ്റിയിട്ട് കുട്ടിയൊക്കെ ശരീരത്തിന് തൃപ്തിയാവുന്നില്ല. വീട്ടിലെ ഭക്ഷണം കൊണ്ട്, സാമ്പാർ കൊണ്ട്, മീൻകറി കൊണ്ട്. അതുകൊണ്ട് തട്ടുകടകളിലേക്ക്, പുതിയ ഹോട്ടലുകളിലേക്ക് അവൻ പോവുക. കാരണം ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഘടകം അവന്റെ ഉള്ളിലില്ല. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൽ ചേർക്കുന്ന അജിനോമോട്ടയോ മല്ലിയോ മുളകോ പൊടിയോ ഒന്നുമല്ല, അതിലെ സ്പൈസസ് ഒന്നുമല്ല. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ലോകത്ത് എവിടെ പോയാലും ഉപ്മാവ് തിന്നു നോക്കും. എന്തിനാണെന്നറിയോ? LP സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്ന ഉപ്മാവിന്റെ ടേസ്റ്റുള്ള ഒരു ഉപ്മാവ് ലോകത്ത് എവിടെ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഉപ്മാവിന്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാ. അതിന് ടേസ്റ്റ് ഉണ്ടാക്കിയ ഘടകം എന്താ? വിശപ്പായിരുന്നു. വിശപ്പാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. കുട്ടിയൊക്കെ ഇപ്പൊ അതില്ല. അതുകൊണ്ട് അവർ പരക്കെ ഓടുക. പുതിയ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടോന്നും രസം കിട്ടുന്നില്ല. അവസാനം എളുപ്പത്തിൽ ആനന്ദം, രസം കിട്ടാനുള്ള മാർഗം എന്താ? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് പണ്ടൊരു കണക്കുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് പരീക്ഷ എഴുതുന്ന സൗമ്യ എന്ന് പറഞ്ഞ എൻ്റെ ചങ്ങായി കോപ്പി അടിച്ചിട്ട് ടീച്ചർ പിടിച്ചു. അന്നേരം ടീച്ചറോടൊപ്പം പറയാം, മാഷ് ടീച്ചർ ഇതാ ഏറ്റവും എളുപ്പ വഴിയെന്ന്. കോപ്പി അടിക്കില്ല. അതുപോലെ ശരീരത്തിന് ആനന്ദം കിട്ടാനുള്ള എളുപ്പ വഴി കുട്ടികൾ തേടും. ശരീരം ഒരു പദാർത്ഥമല്ലേ? പദാർത്ഥത്തിന് ആനന്ദം കിട്ടാൻ വിശക്കുന്നവന് വ്യാകരണം കൊണ്ട് വിശപ്പ് മാറുമോ? ദാഹിക്കുന്നവന് കാവ്യരസം കുടിച്ചാൽ ദാഹം മാറുമോ? ശരീരത്തിന് പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ പദാർത്ഥം തന്നെ വേണം. ആ പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അതാണ് ഖരം MDMA, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. കുട്ടികൾ ഇതും തേടി നടക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ മാത്രം പോറ്റുന്ന അമ്മയും അച്ഛനുമാണ്. ഈ ലഹരിക്കടിമയായിട്ട് കുട്ടികൾ പോയതിന് ഉത്തരവാദി. അവന്റെ മനസ്സ് വളർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് ചോദ്യം. ഈ പരിപാടികളൊക്കെ അതിനു വേണ്ടിയാ. മനസ്സ് വളർത്തണം. അവന്റെ മനസ്സ്, ആ മനസ്സ് വളരുന്നത് എങ്ങനെയാ? ശരീരത്തിന്റെ ഉള്ളില്, അവന്റെ ഉള്ളിൽ ഈ ശരീരത്തിന്റെ അകത്ത് ഒരു ആള് കയറിക്കൂടും. മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? മൃഗങ്ങളുടെ ശരീരമാണ് പ്രധാനം, മനസ്സ് അതിന് കീഴ്പ്പെടുകയാണ്. ഇവിടെ ഇപ്പൊ ഒരു പശു വന്നെങ്കിൽ പശുവിന് മൂത്രമൊഴിക്കാൻ മുട്ടിയാല് മനസ്സ് പറയോ ശരീരത്തോട് ഇവിടെ പറ്റൂല, ഇത്ര ആളുണ്ടപ്പോ ഇവിടെ പറ്റൂല, നമുക്ക് വീട്ടിലെത്തട്ടെ, ആലയിലെത്തട്ടെ എന്ന് പറയോ? ഇല്ല. അവിടെ മൂത്രമൊഴിക്കാൻ മുട്ടി അവിടെ വയ്ക്കും, അവിടെ ചാണകൂടും. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളത്ത് പാറമേക്കാവിലമ്മയുടെയും വടക്കുന്നാഥന്റെയും തിടമ്പ് തലയിലുണ്ടെന്ന് വെച്ചിട്ട് ആന കൊണ്ടോടാണ്ടെന്നിനാ, മൂത്രമൊഴിക്കാണ്ടെന്നിനാ? ഇല്ലല്ലോ. അതിന്റെ ശരീരം എന്താ പറയുന്നത്? പട്ടികൾ റോഡിൽ വെച്ച് ഇണ ചേരുന്നത് കണ്ടിട്ടില്ലേ? മനസ്സ് ശരീരത്തിന് കീഴ്പ്പെടും. എന്ന് നമുക്ക് ഇവിടുന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി നമ്മൾ ഒഴിക്കുവോ? അഥവാ ഇവിടെ ഇരുന്ന് ഒഴിച്ചിട്ടെങ്കിൽ നമ്മൾ പറയില്ല ഓനെന്ത് ജന്തുവെന്ന്? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യനായത്. നമുക്ക് കാമവികാരം ഉണ്ടായ ഉടൻ തന്നെ നിക്കാവ്, പന്തല്, പള്ളിക്കാരന്മാർ, കല്യാണ നിശ്ചയം, മെഹന്തി, കൽതി, കുന്തം എന്തെല്ലാന്ന് അതൊക്കെ നടത്തുന്നത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുള്ളത് കൊണ്ടാണ്.
എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഈ ശരീരവും മനസ്സും ആമയും മുയലും പന്തയം വെച്ച പോലെയുള്ളത്. ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ആരുമില്ലല്ലോ. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകിലാണ്. എന്തിന് നേരത്തെ അവിടെ പോയിട്ട് എന്ത് കാര്യം? മുയൽ വിചാരിച്ചു ഒന്ന് വിശ്രമിച്ചു പോവാം, വിശ്രമിച്ചിട്ട് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയിട്ട് സമ്മാനം വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. അല്ലേ? എടാ, ആമയും മുയൽ പന്തയം വെച്ച കഥ പറയുമ്പോൾ ഇങ്ങോട്ട് ചന്തി കാണിച്ചിട്ട് ഇരിക്കല്ലട, ഇങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. മുയൽ പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ എവിടെ തുറന്നു? ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും നിറഞ്ഞ മുയലുവാ. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലല്ലേ വളരും. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കൾ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടാൻ തുമ്മിടാൻ കുട്ടി? മര്യാദക്കൊന്ന് LKG അംഗനവാടി പോവാൻ. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. അല്ലേ? അപ്പോഴേക്ക് 3-ാം ക്ലാസ്സിൽ 3 വയസ്സിൽ LKG അംഗനവാടി ചേർക്കുമ്പോൾ പശുക്കുട്ടി പെറ്റിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടി കുഞ്ഞിമോളാ. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരൂ, പക്ഷെ മനസ്സോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തൊരു ബുദ്ധിയാ കുഞ്ഞുമക്കൾക്ക്. മുയലിനെ പോലെ കുതിച്ചോടും. പക്ഷെ നിശ്ചിത ഒരു പ്രായത്തുമ്പോ, ഇപ്പൊ കൗമാരം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇന്ന് ചെറുപ്പക്കാർ ഇല്ലുമിനാറ്റികളില്ലേ, ഇല്ലുമിനാറ്റികൾ, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിക്കുന്നവർ, പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവൻ, അവരുടെ പ്രശ്നം എന്താണെന്ന് അവര് പോലും അറിയില്ല. അവരിൽ കൗമാരമുണ്ടാകും. എന്താ ഈ കൗമാരം? അത് ആ സ്റ്റേജ് കടക്കാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടില്ല. പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത് കവിത എഴുതാനും രാജ്യം ഭരിക്കാനൊന്നും അല്ല. പ്രകൃതിയുടെ ഒറ്റ ലക്ഷ്യം നിന്നെ പോലത്തെ കുറെ എണ്ണത്തിന് ഉണ്ടാക്കണം, ലൈംഗിക ശേഷി ഉണ്ടാക്കിയെടുക്കും, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. എപ്പോഴാ? നമ്മളെല്ലാം ഹോർമോൺ, നമുക്കല്ല ഹോർമോൺ ഉണ്ടാകുന്നത് പണ്ട് 10-ാം ക്ലാസ് എത്തുമ്പോ പ്രേമെല്ലാം വരുക. കാരണം എന്താ? എന്തുകൊണ്ടാ ഹോർമോൺ ഉണ്ടാണ്ട്? ഈ ചക്കക്കുരും വെള്ളരിക്ക് ഓലം കൂട്ടിയിട്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? 10-ാം ക്ലാസ്സിൽ പ്രേമം വന്നാൽ തന്നെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു. ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് മുണ്ടൂല. അവസാനം പ്രേമം അങ്ങോട്ടുണ്ട് നിനക്കും അറിയാം, പക്ഷെ പറഞ്ഞാൽ എന്തോ കുഴപ്പമൊന്നും ചെയ്യും, ഞാനും മിണ്ടൂല, ഓക്കും ഉണ്ടാവും, ഓടും മിണ്ടൂല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം, 10-ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എത്തുന്നുണ്ട്. അതിൽ എഴുതി കൊടുക്കും, കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നുള്ള എഴുതി. പിന്നെ അങ്ങ് വിട്ടു. പിന്നെ അന്ന് വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ആരും പരസ്പരം കാണുന്നില്ല. പാള കയറിപ്പോയി, മൂര് മറിഞ്ഞും പോയി. ഇപ്പം കുറച്ച് ഹോർമോണല്ല കേട്ടാ, നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയില്ല. ഇപ്പോൾ അന്നേരതാ പഴയ ആളുകൾ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമാണ് ആളാകെ. പഴയ ആള് നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് കേരളത്തിൽ വീടില്ലാത്ത സഹപാഠികൾക്ക് 317 വീടാണ് ഈ സഹപാഠികൾ ഉണ്ടാക്കി കൊടുത്തത്. ആയിരക്കണക്കിന് ആളുകളുടെ ചികിത്സയാണ് അവർ ഏറ്റെടുത്തത്. എത്രയെത്ര സ്കൂളിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. നല്ലതാ. മാത്രമല്ല, ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം പങ്കെടുക്കുന്നവർക്ക് പ്രഷർ കുറയുന്നുണ്ട്, ആയുസ് കൂടുന്നുണ്ടെന്ന പുതിയ പഠന റിപ്പോർട്ട്. കാരണം ബാല്യത്തിലെ ഓർമ്മകളെല്ലാം അയവർക്കി ഇങ്ങനെ അങ്ങോട്ട് ചണ്ട കൂടിയും സ്നേഹിച്ചെല്ലാം ഇതിൽ ചാറ്റ് ചെയ്യുമ്പോൾ പ്രഷറിൽ അങ്ങ് പോവും. പക്ഷെ ഈ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഞ്ചസാര ഇട്ട് ഇളക്കാണ്ടിരുന്നാൽ മതി. അതാ പ്രശ്നം. മാതമംഗലത്ത് കണ്ടില്ലേ പഞ്ചസാര ഇട്ടിട്ട്? മാതമംഗലത്തിൽ ഒരു പെണ്ണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയപ്പോൾ ആടെയുള്ളൊരു ചെക്കൻ്റെ ഒന്നിച്ച് ചേർന്ന് നിന്നിട്ട് ഒരു സെൽഫി ഫോട്ടോയിൽ എടുത്ത് വാട്സപ്പിലിട്ട് അതോടെ ഭർത്താവ് കണ്ടിട്ട് ഭർത്താവ് ഭയങ്കര കുഴപ്പം. അപ്പോൾ ഓള് ഇവരെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ ഭർത്താവ് എന്നെ വല്ലാണ്ട് ചീത്ത പറഞ്ഞാൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. അപ്പാടെ കാമുകരം ചെയ്തും തോക്കും എടുത്ത് വന്നിട്ട് ഈ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു അടിക്കുക. ഓളും ഇപ്പോൾ അറസ്റ്റിലായി. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെല്ലാം പോയിക്കോ, പക്ഷെ വെടിവെക്കരുത് കേട്ടോ, അത്രേ പറയാനുള്ളൂ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അന്ന് 10-ലെത്തുമ്പോഴാണ്. എന്നാൽ ഇപ്പൊ UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ, 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെണ്ണ് പറ്റി. കുട്ടീൻ്റെ അച്ഛനാരാ? 7-ാം ക്ലാസ്സിലെ ചെക്കൻ. എന്താ കാരണം? എത്രയാ വെളിച്ചെണ്ണ, എത്രയാ തേങ്ങ, എത്രയാ ഇറച്ചി, എത്രയാ മീന്, എത്രയാ കഴിക്കുന്നത്? നമ്മക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ച ഒറ്റ പേരേ ഉള്ളൂ. എന്ത്? ഒന്നിക്ക് ശവം, അല്ലേ മയ്യത്ത്.
എന്നാ കോഴീന്റെ ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ കോഴിക്ക് ഒറ്റ പേരേ ഉള്ളൂ കോഴി. മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചെല്ലാം തിന്നോട്ടെ പിള്ളറ്. പക്ഷേ സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നുക. അവരിറച്ചി തിന്നുമ്പോൾ ഒരു കഷ്ണം ഇറച്ചീന്റെ കൂട്ടത്തിൽ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാ തിന്നുക. എന്തെങ്കിലും ഒരു ഇലയും കൂട്ടി തിന്നു. പക്ഷെ നമ്മളെ കുട്ടിയൊക്കെ പച്ചക്കറി വളർത്തിയൊക്കെ ഈ പ്രശ്നം വെക്കുന്നിടത്ത് പോയാൽ കണിച്ചന്മാർ കവിട് നിരത്തുന്നാണില്ല. അതുപോലെയാണ് മുരിങ്ങക്കായി അങ്ങോട്ട്, വെണ്ടക്കായി അങ്ങോട്ട്, കാരറ്റ് അങ്ങോട്ട് എല്ലാം ഇലേന്റെ അരുവിലാക്കിയിട്ട് ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടായിനേന്ന്. പീസ് എത്ര ഇറച്ചി തിന്നത്? ഇതിവന്റെ ഉള്ളിൽ മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. ഇവനെ പിടിച്ചാൽ കിട്ടുന്നില്ല അവന് തന്നെ. ആ സമയത്ത് ഓനെന്തല്ല കളിക്കുന്നു ഓന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഇവന്റെ മനസ്സ് കിടന്നുറങ്ങി, മുയലുറങ്ങി, ശരീരം മുന്നോട്ട് പോയി. ഏടുന്നെങ്കിൽ ഒരു ചെക്കനൊന്ന് ചിരിച്ചാ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. ഓ മര്യാദയുള്ളവനാണോ, പണിക്ക് പോയിട്ട് ജീവിക്കുന്നാനോ ഒന്നും നോക്കണ്ട. ഒരു വൈബ് ഉണ്ടോന്നേ നോക്കൂ. എന്താ വൈബ് എന്നറിയാവോ? എന്തെന്നാ വൈബ് എന്നറിയാവോ? ഓന്റെ പാൻറ് അരയിലാണ് ഉടുക്കുന്നത്, ചന്തിന്റെ അടിയിലാണ് ഉടുക്കുന്നത്. അതാണ് ചന്തിയിൽ അടിയിൽ ഉടുക്കുന്നത് ബൈബിൾ. അണ്ടർവെയർ പുറത്ത് കാണുന്ന ബൈബിൾ. യോയോ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ബൈബിൾ. ഇതൊക്കെയാണ് ബൈബിൾ. ആ പ്രായത്തിൽ കുട്ടികൾ അതാണ് ആകർഷിക്കുക. അവരെ കുറ്റം പറയണ്ട. ആ സമയത്ത് പോവും. ആമ പോയി, മുയൽ കിടന്നുറങ്ങി. പെറ്റ് പോറ്റി വളർത്തി അമ്മേനെയും അച്ഛനെയും മറന്നിട്ട് കണ്ടോന്റെ ഒന്നിച്ച് പോലെ മോളെ, അച്ഛനമ്മമാരുടെ കണ്ണീർ പുഴയിലല്ല നിന്റെ പ്രേമത്തിന്റെ തോണി ഇറക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട മനസ്സാകുന്ന മുയൽ ഉറങ്ങി. ശരീരം പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ആമ ട്രോഫി വാങ്ങി വരും. 1 കൊല്ലം കഴിയുമ്പോൾ ഒരു ട്രോഫി എടുത്ത് വരും. എന്റെ അമ്മ ഓ കഞ്ചാവാ, ഞാനിപ്പോ എന്നാ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട്. ഇതാണ് സ്ഥിരം സംഭവം. ഇതിന്റെ കാരണം കുട്ടികളല്ല, ആ കുട്ടികൾക്ക് ശരീരം മാത്രം വളർത്തിയ നമ്മളാണ്. നിങ്ങളുടെ കുട്ടി ലഹരിക്ക് അടിമയാവാൻ സാധ്യതാ ലിസ്റ്റിൽപ്പെട്ടതാണോ എന്നതിന് ഞാൻ 3 ചോദ്യങ്ങളിലൂടെ അത് തെളിയിച്ചു തരാം. നിങ്ങളുടെ കുട്ടി ലഹരിക്ക് അടിമയാൻ സാധ്യതാ ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ടോ? ഒന്നാമത്തത്, സുനിത വില്യംസ് അറിയാലോ. ബഹിരാകാശത്ത് പോയിട്ട് അവിടുത്തെ യന്ത്രത്തകരാറ് കൊണ്ട് തിരിച്ചു വരാൻ പറ്റാതെ 9 മാസമായി അവിടെ നടന്നിട്ട് ഒന്ന് പുറത്തൊന്നും പോകാനോ ഒരു വായനശാല പോകാനോ ഒന്നും സൗകര്യമില്ലാണ്ട് ഈ കുടിസൂർ മുറിയുടെ ഉള്ളിൽ 9 മാസം കുടുങ്ങിക്കിടന്ന അവരും അവരുടെ കൂട്ടാളിയും ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരിച്ച് ഭൂമിയിലെത്തി. വലിയ സംഭവമല്ലേ അത്? ആ സംഭവം പത്രത്തിലും ടിവിയിലും വന്നപ്പോ ആ സംഭവത്തെ കുറിച്ച് മക്കളും കൊച്ചുമക്കളും വീട്ടുകാരും ഒന്നിച്ചിരുന്നിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച നടത്തി. എത്ര വീടുണ്ട്? ഒന്ന് കൈമുക്കിയാട്ടെ. ഒരു ആള് കൈമുക്കിയിട്ട് ഒറ്റൊരാളാ കൈപൊക്കി. നിങ്ങൾ എന്തെന്നാ ചർച്ച ചെയ്യുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ബിരിയാണി മയമാണല്ലോ. എവിടെ പോയാലും പാർസൽ ബിരിയാണി, ബിരിയാണി പുഴുങ്ങല്, ദം ബിരിയാണി, പൊരിച്ച ബിരിയാണി, ഹോട്ടൽ ബിരിയാണി, കല്യാണത്തിന് ബിരിയാണി, എല്ലാവരുടെയും ബിരിയാണി. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചത് കാസർഗോഡ് ഏച്ചിക്കാനത്തുള്ള സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണിയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവർ എത്ര പേരുണ്ടോ? ഒന്ന് കൈപൊക്കിയോ? ആരുമുണ്ടോ? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ട ആരുമുണ്ടോ? ആരുമില്ല അല്ലേ? നാം കാണണം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ. നിർബന്ധപൂർവ്വം നിങ്ങളുടെ മക്കളെ വായിപ്പിക്കണം. ഞാൻ ഒന്നും വെറുതെ പറയല്ലത്. രക്ഷിതാക്കൾ നിങ്ങൾ നിർബന്ധമാണ് കുട്ടികളെ കൊണ്ട് നിങ്ങളും വായിക്കണം. നെയ്പായസം വിഷുവിനും ഓണത്തിനും എല്ലാം നെയ്പായസം വെക്കും. കല്യാണത്തിനും വാർഷികത്തിനും പറഞ്ഞാലല്ലോ. മാധവിക്കുട്ടിയുടെ നെയ്പായസം കണ്ടവരെത്രയുണ്ട്? ഒന്ന് കൈപൊക്കി. ആരെക്കൊണ്ടോ? ഇല്ല. ഒന്ന് രണ്ടാളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികൾ മയക്കുമരുന്നിന്റെ ലഹരിയുടെ സാധ്യതാ ലിസ്റ്റിൽപ്പെട്ടു. ഒരു കവിത ചൊല്ലാതെ, ഒരു കഥ വായിക്കാതെ, ഒരു പാട്ടുപാടാതെയുള്ള നിങ്ങളുടെ വീട് മനുഷ്യന്റെ വീടല്ല, ശരീരത്തെ പോറ്റുന്ന വീടാ. അവന്റെ മനസ്സിനെ വളർത്തിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവണം.
ആ സോഫ്റ്റനാവേണ്ട സൂത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. സോഫ്റ്റനാവണം. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ സൂത്രം അറിയാലോ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ സൂത്രം അറിയാലോ. നിങ്ങളുടെ വീടിന്റെ ബന്ധങ്ങളുടെ വ്യാകരണം സോഫ്റ്റനാവണം. എങ്ങനെ? സോഫ്റ്റൻ എന്നതിനൊരു സ്പെല്ലിംഗ് ഉണ്ട്, 6 അക്ഷരമുണ്ട് അതിൽ. ആ 6 അക്ഷരത്തിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. SOFTEN, സോഫ്റ്റൻ. യെസ് എന്ന് പറയുന്നത് സ്മൈൽ എന്നാണ്. ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ചെലവും ഇല്ലാത്ത പരിപാടിയാണ് സ്മൈൽ. പുഞ്ചിരിക്കുക. നിങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ CCTV ഉള്ള വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ എണീറ്റ് വരുമ്പോൾ നിങ്ങളെ മോന്ത നോക്കും. പിലാമെന്ന് വീണ പഞ്ചക്ക വലിയ വരിക പലതും രാവിലെ എണീറ്റിട്ട്. വന്നിട്ടോ നേരെ പോയിട്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയാണ് 3 മിസൈലിന് തീ കൊടുക്കൽ അവരെ പണി പ്രധാനം. രാവിലെ നിങ്ങളെ പണി എന്താ? നേരെ പോയിട്ട് ഈ ശരീരത്തിന് വേണ്ടതിന് ടിക്ക് 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 3 അടുപ്പ് കൊണ്ട് എത്തി ഭക്ഷണം പാചകം ചെയ്യാം. നിങ്ങൾ പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർക്കൂ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ സ്വഭാവം അടിസ്ഥാനപരമായി മാറുന്ന കാണാം. രാവിലെ തന്നെ മോനെ ഉറങ്ങി നന്നായിട്ടടാ ഒന്ന് കൈവച്ച് വിളിക്കുക. ഇതെങ്ങനെയാ കുട്ടികളെ രാവിലെ വിളിക്കുക എന്നറിയോ? നിഷാദ ശബ്ദത്തിലാണ്. നിഷാദം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ: ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. നീ ഉച്ചസ്ഥായി ശബ്ദം നിഷാദം. നിഷാദം പറഞ്ഞാൽ കാട്ടാളന്റെ ഒച്ച. നിഷാദ അരുത് കാട്ടാള. നിഷാദം കാട്ടാളനാ. സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ട് ചെക്കൻ എണീറ്റിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ഒരു ചൊറിച്ചലെങ്കിൽ വരൂ. രാവിലെ തന്നെ മക്കളെ വിളിക്കുക ഈ നെഗറ്റീവ് ശബ്ദത്തിലാണ്. ഒരു മക്കളെയും അങ്ങനെ ദൂരെ നിന്ന് വിളിക്കരുത്. അടുത്തു പോയിരുന്നിട്ട് ഒരു കൈ മേലെ വെക്കുക, നെറ്റിയിൽ വീണ മുടിയിഴകളൊന്ന് മാടി ഒതുക്കുക, കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കുക. പുറം കണ്ടുപിടിച്ച് തന്നെ ചോദിക്കാനാ. എന്തെങ്കിലും ഒരു ഉപകാരം പുറത്തൊക്കെ ഉണ്ട് നമുക്കുണ്ട്. എത്രയാ സ്പേസ് പോലും. കൈകൊണ്ട്, കാലുകൊണ്ട്, തലയോണ്ടല്ല എന്ത് ഉപകാരമുണ്ട്? ഈ പുറം മാന്താൻ മാത്രം ഉണ്ടാക്കിയതാ. മോനെ എന്ന് പറഞ്ഞ് വിളിക്കുക. ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കാൻ GSTയും ടാക്സും ഒന്നും വേണ്ടല്ലോ. ഒന്ന് പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ച സ്കൂൾ വിട്ട് വരുമ്പോൾ മോൻ്റെ നോക്കിയിട്ട് ഒരു കുടുക്ക് പൊട്ടിയിട്ടുണ്ടാവും. മതി. 50 പൈസേൻ്റെ കുടുക്ക് പൊട്ടിയതിന് 500 രൂപേൻ്റെ ചീത്ത പറയാൻ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ പട്ടാളക്കാരൻ നിൽക്കും പോലെ അച്ഛനും അമ്മയും വരുമ്പോൾ എന്തല്ലടാ എന്ന് ചോദിക്കുക. പുഞ്ചിരിക്കുക. സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കണം. വീട് പുഞ്ചിരിക്കുക എങ്ങനെയാ? വീടിന്റെ ചുണ്ടാണ് മുന്നിലത്തെ വാതിൽ. രാവിലെ എണീറ്റ് മുന്നിലത്തെ വാതിൽ തുറക്കുക. നിങ്ങളുടെ മക്കൾ കണി കാണേണ്ടത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു ബിനാലെ ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. അതിന്റെ പേര് പ്രഭാതമെന്നാണ്. ഓരോ പ്രഭാതവും പ്രത്യേകതയുള്ളതാണ്. ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിന് മമ്മിയൂർ ഭാഗവത ഹംസം അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങ് ആലപ്പുഴയിൽ വെച്ച് നടന്നു. 1,00,000 രൂപയുടെ അവാർഡാണ്. ആ അവാർഡ് പരിപാടിയിൽ ശ്രീകുമാരൻ നമ്പിയുടെ പാട്ടുകളിലെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനവിടെ പോയപ്പോൾ അവാർഡ് ചടങ്ങ് തുടങ്ങാൻ ലേറ്റ് ആവുമോ, MLA ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രസംഗം തുടങ്ങിക്കൊള്ളാം. ശ്രീകുമാരൻ തമ്പി മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അയാളെ പാട്ടിനെ പറ്റി പ്രസംഗിക്കാൻ. അതൊരു ഭാഗ്യമായിരുന്നു എനിക്ക്. ഞാൻ തുടങ്ങിയത് അദ്ദേഹം എഴുതിയൊരു പാട്ട് പാടിക്കൊണ്ടാണ്. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം. ഉണരൂ മനസ്സേ ഉണരൂ. ഒന്ന് പ്രഭാതത്തിൽ മനസ്സിനെ ഉണർത്തും. നമ്മുടെ ഭാവഗായകൻ ജയേന്ദ്രൻ മരിച്ചുപോയില്ലേ? മനഃശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടോ? 1000കണക്കിന് മനുഷ്യരുടെ ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് ഈ ഒരു ഗായകന്റെ ഒറ്റപ്പാട്ട. പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി ജയേന്ദ്രൻ പാടിയ ഒരു പാട്ടില്ലേ? സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസിന്. പാട്ടില്ലേ? അതിൽ ഒരു വരിയുണ്ട്. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ
സരോവരമീ. അത് കേട്ടവൻ അന്ന് ആത്മഹത്യയിൽ ഉറപ്പാ. അത്രയും എനർജിയുള്ള മോട്ടിവേഷൻ ഗാനമാണ്. ആ പ്രഭാതം നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയി വീട്ടിൽ എത്തിച്ചിട്ടും നിങ്ങൾ അത് നോക്കാതെ വാതിൽ തുറക്കുന്ന പരിപാടിയില്ലെന്ന്. ഞാൻ എല്ലാ സദസ്സിലും ചോദിക്കലുണ്ട്, രാവിലെ എണീറ്റ നിങ്ങൾ ആദ്യത്തെ പണി എന്താണ്? മുന്നിലത്തെ വാതിൽ തുറക്കലാണെന്ന് ആരെങ്കിലും പറഞ്ഞു കിട്ടാനാണ്. ഞാനിപ്പോ ചോദ്യം നിർത്തി. കഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചോദിച്ചിട്ട് കുടുങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാണ്. ലുങ്കി തപ്പലാണ് ആദ്യത്തെ പണി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല. വാതിൽ തുറക്കൂ, മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെയും പൂമ്പാറ്റകളെയും കാണിക്കൂ. ഈ വിശാലമായ കടലിൽ കണി കാണാൻ പറ്റൂലേ? എത്ര മനോഹരമായ അലകളാണ്. ആ അലകളെ നോക്കിയിട്ട് പൊന്നലയില്ല മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ, മുത്തുകോരി പത്തുകോരി മുത്തുകോരി മുത്തുകോരി ഹായ്. പൊന്നലയില്ല മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ. എത്ര പാട്ടുണ്ട് കടലുമായി വന്നിട്ട് അല്ലേ? എത്ര പാട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മസ്കറ്റിൽ പ്രവാസികളുടെ പഴയ പ്രവാസവും പുതിയ പ്രവാസവും എന്ന വിഷയത്തെ കുറിച്ചിട്ട് മസ്കറ്റിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം പാടിയ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് തുടങ്ങിയത്. അറബിക്കടലേ അറബിക്കടലേ ചോദിച്ചോട്ടെ എന്നറബി കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു എന്ന പാട്ട് പാടിയിട്ട് അണ്ട് പ്രവാസികളുടെ വേദനകളെ പറ്റിയിട്ടുള്ള കഥ. ഇപ്പൊ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. നിങ്ങളുടെ മനസ്സ് മസിൽ പിടുത്താൻ ഒഴിവാക്കുക. രണ്ടാമത്തത് ഓ എസ് സ്മൈല്, ഓ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്താനം പറ. വീട്ടിലെല്ലാവരും ഈക്വാലിറ്റി ഉണ്ടാവും. ചില വീട്ടിലെ ആണുങ്ങളാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പെണ്ണുങ്ങളെ പെരടിക്കിടുകയും ചെയ്യും. എന്നാണെന്നറിയോ? ആണുങ്ങള് ചായ ചോറ് ചോറ്, ഇയാളാണ് പൈസ ചെലവാക്കി വീടെടുത്ത്, ഇയാളാണ് ദിവസവും വരുമാനം കൊണ്ടിരുന്ന്, അതിന് ഇയാളെ മുതലാളി, ഇയാൾ പൽവാൾ ദേവൻ, ബാക്കിയുള്ള ആറ് കട്ടപ്പ. എന്തിനാണ് അങ്ങനത്തെ മനോഭാവം? അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങൾ ഈ അഹന്ത കാണിച്ചാലല്ല ബഹുമാനിക്കുക. നിങ്ങൾ കുട്ടികളിലേക്ക് അടുക്ക്, നല്ല സാധാരണ തുറന്ന് സംസാരിക്കുക. അച്ഛനും അമ്മയും മക്കളെല്ലാം മൊബൈൽ ഫോണും ടി വി എല്ലാം ഓഫാക്കിയിട്ട് വട്ടത്തിലിരിക്കുക. കയ്യിൽ മൊബൈൽ ഫോൺ വെക്കരുത്. എന്നിട്ട് നല്ല കാര്യങ്ങൾ പറ. ടി വി കാണുമ്പോൾ ഒറ്റ പണി എടുക്കാൻ പറ്റും, തിന്നൽ മാത്രം അല്ലേ? അതിന്റെ കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാൻ പാടല്ലേ? രാത്രി ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയെങ്കിൽ ആരെങ്കിലും ഭയ കാണാഞ്ഞിട്ട് ചോറുവാരി ചെവി കൊണ്ടാച്ചനാ? ഇല്ലല്ലോ. അതങ്ങ് നടക്കും. അതിൻ്റെ ഇടയിൽ കൂറ വീണിട്ടുണ്ടെങ്കിൽ അതും കൂടി മുളകാന്ന് വിചാരിച്ച് ചാരിച്ച് കൂട്ടി തുന്നുകയും ചെയ്യും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ടി വിയും മൊബൈലെല്ലാം ഓഫാക്കി പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കും. ഹൃദയം തുറന്ന് സംസാരിക്കും. ഓപ്പൺ ഹേർഡ്. മൂന്നാമത്തത് എഫ് ഫോർവേഡിൽ മുന്നോട്ട് കുനിയും. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലൊരു കുട്ടി, പ്രസിഡന്റിന് കുട്ടീനെ എടുക്കണം, പക്ഷെ പ്രസിഡന്റാ ഞാൻ മണങ്ങൂല, ആ മോനെ എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുക്കുന്നത്. നമ്മൾ കുട്ടിയിലേക്ക് താണാലേ കുട്ടികൾ നമ്മളിലേക്ക് ഒരു മുന്നോട്ട് കുനിയും. നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികളും മുന്നോട്ട് മടങ്ങുന്നതാ. കാൽമുട്ട് ഒഴിച്ച്, കാൽമുട്ട് മാത്രം പുറകോട്ട് മടക്കി വെച്ച് എന്തിനെന്നറിയോ? മുന്നോട്ട് ഓടാൻ വേണ്ടിയാ. മുന്നോട്ട് കുനിയും. താഴു. നമ്മൾ ചക്കയും മാങ്ങയും കൂടുമ്പോൾ മാവിന്റെയും പിലാവിന്റെയും കൊമ്പ് മേലോട്ട് ഉയരുകയല്ലല്ലോ, താഴോട്ട് താഴുക. പൈസയും അറിവും കൂടുമ്പോ അഹന്ത കൂടരുത്, താഴോട്ട് താഴൂ. ഫോർവേഡിൽ ടച്ച്. തൊടണം മക്കളെ. മക്കളെ തൊടണം, കെട്ടിപ്പിടിക്കണം. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ അമ്മമാര്? വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ധരിച്ചിരിക്കുന്നത് കിൻഡർ ജോയി, അൽഫാം, ഡയറി മിൽക്കെല്ലാം കൊണ്ടു കൊടുക്കലാന്നാ? അല്ല. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചെന്ന് അർത്ഥം. നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ്. തൊട്ടുരുമി നിരിക്ക്. പ്രായമുള്ള മനുഷ്യരെയും കുട്ടികളെയും ശരീരത്തിൽ ത്വക്കിൽ സ്പർശിക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, പഞ്ചേന്ദ്രിയങ്ങളിൽ നാലത്തിനെ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ, ത്വക്കിനെ പരിഗണിക്കുന്നില്ല. നമ്മുടെ വികാരങ്ങളുടെ എല്ലാം ബഹിസ്ഫുരണം ത്വക്കിലല്ലേ. നമുക്ക് എന്തെങ്കിലും സന്തോഷമോ വല്ലാത്ത അത്ഭുതമോ ഭയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന് കുതിരി കൂട്ടിയ പോലെ പൊത്തി നിൽക്കൂലേ? അതിനല്ലേ രോമാഞ്ചം എന്ന് പറയാം. അഥവാ രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചവും ഉണ്ടാവും. മനസ്സിലായോ? ആ ത്വക്കിൽ സ്പർശിക്കൂ, തൊടു. അത് അച്ഛനും അമ്മയും തൊടണം പരസ്പരം. മക്കളെ മുന്നിൽ അച്ഛനും അമ്മയും അടുത്തിരുന്നിട്ട് പരസ്പരം വർത്തമാനം, ബഹുമാനത്തോടെ വർത്തമാനം പറയുന്ന വീട്ടിലെ ഒരു കുട്ടിയും വൃത്തികെട്ട കുട്ടിയാവില്ല.
ഇത് അച്ഛനും അമ്മയും ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്തിൽ കുട്ടികളുടെ മുന്നിൽ പ്രേമിക്കൂ. പ്രേമം എന്ന് പറയുന്നത് കല്യാണം വരെയുള്ള തരികിട പരിപാടിയല്ല. പ്രണയം എന്ന് പറഞ്ഞാൽ മരണം വരെ വികസിക്കേണ്ട ഒരു പ്രക്രിയയാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തൂ. നമ്മളെ നാട്ടിൽ തെറ്റിദ്ധരിച്ചിരിക്കുക, കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു നയിക്കൂ. കല്യാണം കഴിഞ്ഞ ഒരു തവണ ഐ ലവ് യു പറഞ്ഞിനാ, ഐ ലൈക്ക് യു പറഞ്ഞിനാ. എന്താ പറയാത്ത? കുന്നംകുളത്ത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എണീറ്റ് പറയാ, എന്താ പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പായി ഐ ലവ് യു. തൊടണം, ചേർത്തു പിടിക്കണം, കൈകൾ കോർത്തു പിടിക്കണം, ത്വക്കിൽ സ്പർശിക്കണം. SOFTIലെ ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടം കണ്ണാണ്. മറ്റന്നാൾ എനിക്ക് ഷാർജയിലും അതിന്റെ പിറ്റേന്ന് അബുദാബിയിലും ഒരു പരിപാടി പ്രസംഗമുണ്ട്. യുദ്ധമായതുകൊണ്ട് വിമാനം ക്യാൻസൽ ആവുമെന്ന് എനിക്കറിയില്ല. നാളെ വൈകുന്നേരം ഈ സമയത്ത് ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ അവിടെ പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിനേക്കാൾ അവർക്ക് പ്രധാനം കണ്ണിന്റെ ഫോട്ടോ. അവിടെ ഇറങ്ങിയാൽ, ദുബായിൽ ഇറങ്ങിയാൽ അവിടെയും കണ്ണിന്റെ ഫോട്ടോ പ്രധാനം. കണ്ണാണ് ഒരാളുടെ ഐഡന്റിറ്റി. ആ കണ്ണിൽ നോക്കൂ. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അക്ഷി എന്ന് അവസാനിക്കുന്ന പേരത്രയുണ്ടെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ പണ്ട് അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ വിശാലാക്ഷി. പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം വലിയ കണ്ണാ പോലും, അതുകൊണ്ടാണ് വിശാലാക്ഷി. നേരെ തിരിച്ച് ആണുങ്ങൾക്ക് സൗന്ദര്യം ചെറിയ കണ്ണാ, അതുകൊണ്ട് ആണുങ്ങൾക്ക് കുഞ്ഞിക്കണ്ണെന്നും പേര്. മനസ്സിലായോ? അതാ കണ്ണിൽ നോക്കി വർത്തമാനം പറയൂ. SOFTEIലെ അടുത്തത് N, നോഡിങ്. തലകുലുക്കൂ. തലകുലുക്കൂ. തലകുലുക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം അംഗീകരിക്കാനുള്ള മനസ്സാണ്. അതിന്റെ ബോഡി ലാംഗ്വേജാ. മക്കൾ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരിയാണെങ്കിൽ ആ ശരിയാണ്, ഒന്ന് തലകുലുക്കി സമ്മതിച്ചു കൊടുക്കും. ഈഗോ വേണ്ട. ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി തുറക്കൂ. ഞാനിപ്പോൾ 2-3 തമാശ പറഞ്ഞപ്പോ ഞാനിങ്ങനെ നോക്കുക, അങ്ങ് ഒരു 3-4 ആണുങ്ങളും 2-3 പെണ്ണുങ്ങളും. അവരുടെ മുഖം ഞാനിങ്ങനെ നോക്കുക. ചിരിക്കൂലടാ ഞാൻ കുറച്ചിൽ മസിൽ പിടിച്ച് നിൽക്കുക. അവർ നാളെ തന്നെ പോയിട്ട് ECG എടുത്ത് നോക്കണം. ബ്ലോക്ക് ഉണ്ടാവും. ചിരിക്ക്. എന്തിനാ മനുഷ്യൻ? എന്തായാലും മരിച്ചു പോയില്ല നമ്മള്. പിന്നെ ചിരിക്കാണ്ട് നിന്നിട്ട് എന്തിനാ? ചിരിക്ക്, ഹൃദയം തുറക്കൂ. അപ്പോ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. സോഫ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിൽ നിങ്ങളുടെ വീട് മാറുമോ? നമ്മുടെ കുട്ടികൾ ലഹരിക്കടിമയാവില്ല. ജീവിതത്തിന്റെ ലഹരി എന്തെന്ന് പഠിപ്പിക്കും. ഒത്തുചേർന്നിട്ട് സംഘമാകണം. ഓരോ വീടും ഒരു സ്വയം സഹായ സംഘമാവണം. അധ്വാനത്തിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണം അവന്. ഈ പ്രകൃതിയുടെ സ്നേഹം പറഞ്ഞു കൊടുക്കണം അവന്. സാമൂഹ്യ ബോധം പറഞ്ഞു കൊടുക്കണം അവന്. വൈകാരികമായ പക്വത ഉണ്ടാകണം അവന്. അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മഹാ അത്ഭുത പ്രതിഭാസമാണ് മനസ്സ്. ആ മനസ്സ് ഇപ്പൊ ഉണ്ടാവുന്നില്ല. ബുദ്ധി വളരുന്നു, ശരീരം വളരുന്നു, മനസ്സ് തളരുന്നു. ആ മനസ്സു തളരുന്ന മനസ്സിനെ തിരിച്ചു പിടിക്കാൻ അതിന്റെ സർവകലാശാല, ആ സർവകലാശാലയിലെ വൈസ് ചാൻസലറാണ് അമ്മ, അതിലെ പ്രോ വൈസ് ചാൻസലറാണ് അച്ഛൻ. നിങ്ങൾ ആ സർവകലാശാലയിലെ അധ്യാപകരാവും. ആ കുടുംബത്തെ തിരിച്ചു പിടിക്കൂ. നാട്ടു കൂട്ടായ്മകൾ ഒത്തുചേർന്നിട്ട് അവവധു സഹനവും ഭുനത്തു, ഒരുമിച്ച് അറിവിന് ഭുജിക്കണം. എന്നിട്ട് സഹവീര്യം കരവാവഹി, ഒത്തുചേർന്നിട്ട് അധ്വാനിക്കണം. ഈ 3 പ്രക്രിയ ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രകാശം ഉണ്ടാകും. അതാണ് തേജസ്വിനാവതീതമസ്തു. തേജസ് കാണിക്കണം, മനസ്സിൽ പ്രകാശം. ഈ പ്രകാശം ഉണ്ടായാൽ മാ വിദ്യുഷാവഹി, ഒരാളോട് വിദ്വേഷം ഉണ്ടാവില്ല. ആ വിദ്വേഷമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, നല്ല കടൽ പോലെ, കടലമ്മയെ പോലെ സ്നേഹം ചുരത്തുന്ന ഒരു നാടായിട്ട് ഈ പാലക്കുളം നാട് മാറുക. അങ്ങനെ മാറിയിട്ട് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹായത്തിൻ്റെയും മേഖലയായിട്ട് ഇതിനെ മാറ്റിയെടുത്ത് നമ്മുടെ ഓരോ അമ്മയും അച്ഛനും ചിന്തിക്കുക, ഈ പരിപാടി നടത്തിയതിനെ കൊണ്ട് എന്താ ഗുണം? മൈക്കിന്റെ പൈസ, ഒരുപാട് അധ്വാനം, കുറെ കഷ്ടപ്പാട്, ഇതൊക്കെ ചെലവാക്കിയിട്ട് പൊതുവെ മോശമില്ല, നല്ല പരിപാടി എന്ന് പറഞ്ഞ് പോകാനല്ല. ഈ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റണം, എന്റെ വീട്ടിലെ കുട്ടി ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയാവില്ല, ഒരു കത്തിക്കുത്ത് കേസിൽ, ലഹള കേസിൽ പ്രതിയാവില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അതിന് പറ്റുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ മാറ്റുമോ? അത്തരത്തിൽ മനുഷ്യന്റെ വീടായി നിങ്ങളുടെ വീടിനെ മാറാൻ തയ്യാറുള്ളവർ മാത്രം ഒന്ന് കൈയടിക്കുക.
ഇത്രയും വീട്ടിലെ കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാവാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് ഈ ബീച്ച് ഫെസ്റ്റ് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു വരുത്തിയ ഇതിന്റെ സംഘാടകരോടും ഇത്ര നേരം കുട്ടികളുടെ ഡാൻസും മറ്റെല്ലാം ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ എന്നെ കേൾക്കാൻ സഹിച്ചിരുന്ന നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.